എല്ലാ സാധകർക്കും ഒരിക്കൽ കൂടി മീ ടു മീ മെഡിറ്റേഷൻ ചാനലിൻ്റെ മറ്റൊരധ്യായത്തിലേക്ക് സ്വാഗതം. മനസ്സിനെ നിരീക്ഷിക്കുക എന്നുള്ളത് വളരെ ശ്രമകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ചെയ്യുന്നവർക്കേ അത് അറിയാനാകൂ. മനസ്സുകൊണ്ട് നിരീക്ഷിക്കുക എന്നുള്ളത് വളരെ എളുപ്പമാണ്. അതും ചെയ്യുന്നവർക്കേ അറിയാൻ സാധിക്കുകയുള്ളൂ. ഒന്നും കൂടി ചിന്തിച്ചാൽ മനസ്സുകൊണ്ട് നിരീക്ഷിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അങ്ങനെയായിരുന്നെങ്കിൽ എല്ലാവരും ഗവേഷകരും ശാസ്ത്രജ്ഞന്മാരും ആകുമായിരുന്നു. അപ്പോൾ എന്തുകൊണ്ട് മനസ്സുകൊണ്ട് പുറത്തെ കാര്യങ്ങളെ നിരീക്ഷിക്കാൻ സാധിക്കുന്നില്ല? നമ്മളിലെ അഹം കൊണ്ട് തന്നെയാണ് പുറത്തെ കാര്യം പോലും നമുക്ക് നിരീക്ഷിക്കാൻ സാധിക്കാത്തത്. അങ്ങനെയുള്ള മനസ്സുള്ള നമ്മൾ അകത്തേക്ക് മനസ്സിനെ നിരീക്ഷിക്കാൻ സാധിക്കുമോ? ഒരിക്കലും സാധിക്കില്ല. മനസ്സിനെ നിരീക്ഷിക്കണമെങ്കിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? നമുക്കറിയാം എന്താണ് ചെയ്യേണ്ടത്, എന്നാലും നമ്മളത് മനഃപൂർവ്വം ചെയ്യുന്നില്ല. ശ്രദ്ധാവാനാകുക എന്നുള്ളത് തന്നെയാണ് ഉപായം, മനസ്സിനെ നിരീക്ഷിക്കാനുള്ള ഉപായം. പക്ഷെ എന്തുകൊണ്ട് നമുക്ക് ശ്രദ്ധിക്കാനാവുന്നില്ല? നമ്മുടെ മനസ്സിനുള്ളിലെ ചിന്തകൾ കാരണമാണ്, ചിന്തകളുടെ അതിപ്രസരം കാരണമാണ് നമുക്ക് ശ്രദ്ധാവാനായിരിക്കാൻ സാധിക്കാത്തത്. ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞത് ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം എന്നാണ്. അവനവനെ ശ്രദ്ധിക്കുക, അവനവൻ്റെ മനസ്സിനെ നിരീക്ഷിക്കുക, അവനാണ് അറിവ് നേടുക എന്നുള്ളത്. അവന് മാത്രമേ അറിവ് നേടാൻ സാധിക്കൂ. ഒരു സാധകൻ്റെ പ്രയത്നം അവൻ്റെ ജീവിതത്തിൽ 365 ദിവസവും 24 മണിക്കൂറും ചെയ്യേണ്ടവനാണ്. അവൻ്റെ കർമ്മങ്ങളോടൊപ്പം തന്നെ അനുഷ്ഠിക്കേണ്ട ഒരു അകർമ്മമാണ് സാധന എന്ന് പറയുന്നത്. നിരന്തരമുള്ള ആ പ്രയത്നമാണ് ഒരു സാധകൻ്റെ ലക്ഷ്യവും. പ്രവർത്തിക്കുന്നവൻ മാത്രം നേടിയ ചരിത്രമേ സാധനാ ലോകത്തിലുള്ളൂ. അവധൂജിയുടെ പ്രേമസാഗര തീരെ എന്ന ഈ രചനയിൽ നിന്നും നമുക്ക് ഇന്നത്തെ സത്സംഗത്തിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ തത്തംപള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ്. തത്തംപള്ളി എന്ന് പറയുന്ന സ്ഥലത്തെ ദൈവകൃപ ആശ്രമത്തിലെ ആചാര്യ ശ്രീ സച്ചിദാനന്ദ ഭാരതിജിയാണ് ഇന്ന് നമ്മളോടൊപ്പം സത്സംഗത്തിനായിട്ടുള്ളത്. നമുക്ക് അദ്ദേഹത്തെ സത്സംഗത്തിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്തേ സ്വാമിജി, അങ്ങയുടെ ബാല്യത്തെക്കുറിച്ചും എങ്ങനെയാണ് അങ്ങ് ഈ ആധ്യാത്മിക മേഖലയിലേക്ക് കടന്നു വന്നത് എന്നറിയാൻ താല്പര്യമുണ്ട്. അതൊരു ദീർഘ കഥ തന്നെയാണ്. ഞാൻ ഒരു വിധത്തിൽ ഒരിക്കലും ഇങ്ങനെയൊന്നും ചിന്തിച്ചിരുന്നില്ല ഇങ്ങനൊരു അവസ്ഥയിൽ വരൂ എന്നുള്ളതായിരുന്നു. ഞാൻ കല്ലൂർക്കാട്, മൂവാറ്റുപുഴ അടുത്ത് ഒരു ഗ്രാമമാണ് കല്ലൂർക്കാട്. അവിടെയാണ് ജനിച്ചത്. ഹൈസ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് നിർമ്മല കോളേജിലാണ് ചേർന്നത്. അപ്പോൾ അവിടെ എനിക്ക് അന്ന് കേരളത്തിൽ വളർന്നു വരുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തോട് കുറച്ച് ആഭിഗമ്യം തോന്നി. അപ്പം അതൊരു അപകടകരമായ അവസ്ഥയിലേക്ക് പോകുന്നു എന്ന് കണ്ട എൻ്റെ ഒരു പേരപ്പൻ, ഗ്രാൻഡ് ഫാദേഴ്സ് ബ്രദർ, അദ്ദേഹം എയർഫോഴ്സിലൊരു ഉന്നത ഓഫീസറായിരുന്നു. കുട്ടിക്കാലം മുതലേ എന്നോട് വലിയ താല്പര്യമുണ്ടായിരുന്നൊരു വ്യക്തിയാണ്. അപ്പം അദ്ദേഹം പറഞ്ഞു, മോനെ, നീ കേരളത്തിൽ നിന്ന് നിൻ്റെ ഭാവി നശിപ്പിക്കരുത്, ഈ കക്ഷി രാഷ്ട്രീയവും അതിലൊക്കെ ഉൾപ്പെട്ട് നീ എൻ്റെ കൂടെ വരിക. ബോംബെയിലായിരുന്നു അദ്ദേഹം അന്ന്. ബോംബെ അടുത്തൊരു മഡ് ഐലൻഡ് എന്നൊരു ദ്വീപുണ്ട്. അതൊരു റഡാർ സ്റ്റേഷനാണ്. ബോംബെ സിറ്റിക്ക് റഡാർ കവറേജ് കൊടുക്കുന്ന എയർഫോഴ്സ് സ്റ്റേഷനാണ്. അവിടെ അദ്ദേഹം ജോലി ചെയ്തിരുന്നു. ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്നു അന്ന്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ പോയി 6 മാസം ഞാൻ ഈ എയർഫോഴ്സ് സ്റ്റേഷനിൽ അവരുടെ ആ ഡിസിപ്ലിൻ, ഡിഗ്നിറ്റി, ഡെക്കോറം, ജീവിത
അവസ്ഥയൊക്കെ കണ്ടപ്പോൾ ഞാൻ ഒരിക്കലും ചിന്തിക്കാൻ പോലും എനിക്ക് കഴിഞ്ഞിട്ടില്ല. ഞാൻ ഈ കമ്മ്യൂണിസ്റ്റ് വിപ്ലവം സ്വപ്നം കണ്ട ഒരു വ്യക്തിയാണ്. പക്ഷേ ഇതൊരു വിപ്ലവത്തിൻ്റെ ഒന്നുമല്ല, ഇതൊരു വലിയൊരു ഡിസിപ്ലിൻ ലൈഫാണ്, ഡെഡിക്കേറ്റഡ് ലൈഫാണ്, രാജ്യത്തിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയി. അപ്പോൾ എനിക്ക് എൻ്റെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെക്കാളൊക്കെ വളരെ ഉന്നതമായ ഒരു അവസ്ഥയിലേക്കുള്ള ജീവിത യാത്രയായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഇതിൽ എനിക്ക് ഒന്ന് കടന്നുകൂടണം എന്നൊരാഗ്രഹം എൻ്റെ മനസ്സിൽ വന്നു. അപ്പോൾ ഈ കമ്പൈൻഡ് ഡിഫൻസ് സർവീസ് എക്സാം എന്നൊരു UPSC എക്സാമാണ്. അപ്പോൾ അതിനൊന്നും കടന്നുകൂടാനുള്ള അവസ്ഥ എനിക്ക് അന്നില്ലായിരുന്നു. കാരണം ആ ഇംഗ്ലീഷ് നോളജോ അല്ലെങ്കിൽ ജനറൽ നോളജോ അങ്ങനെയുള്ള ഒരു UPSC സ്റ്റാൻഡേർഡ് ഇല്ലായിരുന്നു. ഒരു ഗ്രാമപശ്ചാത്തലത്തിൽ വരുന്ന ഞാൻ. അപ്പോൾ ഇവിടെ നമ്മൾ വാചാലമായി മലയാളത്തിൽ പ്രസംഗിക്കുന്നു എങ്കിലും അവിടെ അതൊന്നും ഒരു കാര്യമില്ലാത്ത അവസ്ഥ. അതുകൊണ്ട് ഞാൻ എയർഫോഴ്സിൽ ഒരു വയർലെസ് ഓപ്പറേറ്ററായിട്ട് ജോയിൻ ചെയ്തു. അപ്പോൾ അതൊരു 1.5 വർഷത്തെ ട്രെയിനിങ് ഉണ്ടായിരുന്നു വയർലെസ് ഓപ്പറേറ്ററായിട്ട്. ആ സമയത്ത് ഞാൻ ശരിക്കും അവിടെയുള്ള ഫെസിലിറ്റീസ് ഉപയോഗിച്ച് ശരിക്കും വായിച്ച് പഠിച്ച് 2 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ അപ്പിയർ ചെയ്തു ഓഫീസർ എക്സാമിനേഷൻ. അവിടെ വിജയിച്ചു. അപ്പോൾ അങ്ങനെ ഞാൻ ഫ്ലൈയിങ് സ്കൂളിൽ അഡ്മിഷൻ കിട്ടി. ഫ്ലൈയിങ് സ്കൂളിൽ ഞാൻ വരുമ്പോൾ ഏറ്റവും ലാസ്റ്റ് എന്ന രീതിയിലാണ് ഞാൻ വരുന്നത്. 32 ഓഫീസർ ട്രെയിനീസിൽ 32ാമത്തെ ആളാണ് സൈസിലും എല്ലാ കാര്യങ്ങളിലും. പക്ഷേ അവിടുന്ന് പാസ്സായിട്ട് ഗ്രാജുവേഷൻ ആകുമ്പോൾ ഞാൻ 18ാമതെത്തി. ഞാൻ ബേസിക്കലി ഒരു കഠിനാധ്വാനിയാണ്. ഞാൻ കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന് 12 മക്കളിൽ ആദ്യത്തെ ആളാണ്. അതുകൊണ്ട് തന്നെ ഒരു ബിൽറ്റ് ഇൻ ലീഡർഷിപ്പ് ക്വാളിറ്റീസ് എനിക്കുണ്ട്. അതെല്ലാം കഠിനാധ്വാന ശീലവും കുട്ടിക്കാലം മുതലേ എൻ്റെ ഒരു കൈമുതലാണ്. അപ്പോൾ അങ്ങനെ ഫ്ലൈയിങ് കോളേജിലേക്ക് വന്നു. ഫ്ലൈയിങ് കോളേജിൽ നിന്ന് ഗ്രാജുവേഷൻ ആകുമ്പോൾ ഞാൻ 4ാമത്തെ സ്ഥാനത്തെത്തി. പിന്നെ അഡ്വാൻസ് ട്രെയിനിങ് സ്റ്റേജിലേക്കാണ് പോകും. അവിടുന്നാണ് അന്ന് പൈലറ്റ് ഓഫീസറാകും നമ്മൾ ട്രെയിനിങ് എല്ലാം കഴിഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ അവിടുന്ന് ഫൈനലി ഞാനൊരു പൈലറ്റ് ഓഫീസറായിട്ട് പ്രസിഡൻറ്റ് കമ്മീഷൻ, ഞങ്ങളുടെ കമ്മീഷൻ വരുന്ന പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നാണ്. എനിക്ക് ദ ബെസ്റ്റ് ഓഫ് ദ ട്രോഫിയൊക്കെ കിട്ടി. അതിൻ്റെ ഒരു ഫോട്ടോയൊക്കെ അവിടെയുണ്ട്, പ്രസിഡൻറ്റ് ബാച്ച്മെൻ്റൊക്കെ അവിടെയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വളരെ നല്ല രീതിയിലേക്കാണ് ഒരു ഓഫീസറായി വരുന്നതും എൻ്റെ കരിയർ തുടങ്ങുന്നത്. എൻ്റെ ആദ്യത്തെ പോസ്റ്റിംഗ് ലക്നൗവിലേക്കായിരുന്നു. അപ്പോൾ അവിടെയാണ് എൻ്റെ എയർഫോഴ്സ് കരിയറിൻ്റെ തുടക്കം, ഓഫീസർ കരിയറിൻ്റെ. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ എൻ്റെ വലിയൊരു ആശ്രമമുണ്ട് ഇപ്പോൾ ലക്നൗവിൽ. അന്നത്തെ ബന്ധങ്ങളും സുഹൃത്തുക്കളൊക്കെ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഒത്തിരി ഉദാര മനസ്സിലാണ്. കാരണം അവരെന്നെ ഒരു എക്സ്ട്രീമിൽ കണ്ടിട്ടുണ്ട്, ഇത് വേറൊരു എക്സ്ട്രീമിൽ കാണും. അപ്പോൾ പലരും പറയും ഇത് മനുഷ്യനെ കൊണ്ട് സാധ്യമല്ല, ഇദ്ദേഹം ഇങ്ങനെയൊക്കെ വരണമെങ്കിൽ ഈശ്വരകൃപ ഒന്ന് മാത്രമേ സാധ്യമാകൂ. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇദ്ദേഹത്തെ അറിയാം അന്നത്തെ അവസ്ഥയിലും ഇന്നത്തെ അവസ്ഥയിലും കാണുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഒത്തിരി ഔദാര്യമായ ഒത്തിരി ഉദാര മനസ്കരായ ഒത്തിരി പേര് മുന്നോട്ട് വന്ന് വലിയൊരു ആശ്രമമുണ്ട് അവിടെ. അപ്പോൾ ഇത് നമ്മൾ പറഞ്ഞു വരുന്നത്, ഇപ്പോൾ ഞാൻ എയർഫോഴ്സ് ഓഫീസറായി. അപ്പോൾ ആ എയർഫോഴ്സ് ഓഫീസറായ ജീവിതം വലിയൊരു എക്സൈറ്റിംഗ് ലൈഫായിരുന്നു. ഒരു യങ് ഓഫീസേഴ്സ്, അന്ന് പണമുണ്ട്, പദവിയുണ്ട്, എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട്. അപ്പോൾ ദി ബെസ്റ്റ് തിങ് ഇൻ ലൈഫ്. അന്നത്തെ നമ്മുടെ ഒരു ചിന്ത എന്ന് വെച്ചാൽ വൈൻ, വിമൻ ആൻഡ് മ്യൂസിക്, ഇതാണ് 3 കാര്യങ്ങൾ ഞങ്ങൾ എപ്പോഴും വി ആർ അട്രാക്റ്റഡ് ടുവേഴ്സ് ദാറ്റ്. അപ്പോൾ അങ്ങനെ ഒരു ജീവിതം കുറച്ച് നാളത്തേക്ക് ഞാൻ ആ ലെവലിലേക്ക് പോയി. ഫ്ലൈയിങ് ഓഫീസറായി, ഫ്ലൈറ്റ് ലെഫ്റ്റനൻ്റായി. ആ അവസ്ഥയിലാണ് എനിക്കൊരു എല്ലാത്തിനോടും ഒരു വിരക്തിയാകാൻ തുടങ്ങുന്നത്. അപ്പോൾ ഞാൻ മെയിൻ സ്ട്രീം എയർഫോഴ്സിൽ നിന്നൊന്ന് മാറി ഈ കൊച്ചിയിൽ നേവൽ ബേസിൽ വരുന്നു. ഒരു ടാർഗറ്റ് ട്രെയിനിങ് യൂണിറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ അന്ന് ഈ നേവിക്ക് നേവൽ ആവിയേഷൻ വിങ് ഇല്ല. അതിൻ്റെ ട്രെയിനിങ് എല്ലാം നമ്മൾ എയർഫോഴ്സിൽ നിന്നാണ് കൊടുത്തോട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാനിവിടെ കൊച്ചിയിൽ INS ഗരുഡ എന്ന് പറഞ്ഞൊരു സ്റ്റേഷനിൽ വരുന്നു, ട്രാൻസ്ഫറായി വന്നു. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് എൻ്റെ ഭാവി ഭാര്യയെ ഞാൻ കണ്ടുമുട്ടുന്നത്. അന്ന് അവരിവിടെ ഒരു അസിസ്റ്റൻറ്റ് കളക്ടറായിരുന്നു കൊച്ചിയിൽ, കസ്റ്റംസ് സെൻട്രൽ എക്സൈസിൻ്റെ. അപ്പം അങ്ങനെ അവരെ കണ്ടുമുട്ടി ഒരു സ്നേഹബന്ധത്തിലേക്ക് പോയി. അത് വിവാഹത്തിൽ ചെന്നെത്തി. ഞങ്ങൾ 1979 ഒക്ടോബർ 28-നാണ് വിവാഹിതരായത്.
ഒരു ലവ് മാരേജ് ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. വളരെ എക്സൈറ്റിംഗ് ഒരു പീരീഡാണ് പിന്നെ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. അവരുടെ ആ വ്യക്തിത്വവും അറിവും കഴിവും എല്ലാം എന്നെ ഒത്തിരി ആകർഷിച്ചു. അപ്പോൾ ആ അവസരം പിന്നെ എൻ്റേതായിട്ടുള്ള വലിയ സ്വപ്നങ്ങൾ എനിക്ക് എൻ്റെ മനസ്സിലേക്ക് വരാൻ തുടങ്ങി. ആദ്യത്തെ ഒരു എയർലൈൻ സർവീസ്, ഭാരതത്തിൽ തന്നെ ഒരു പ്രൈവറ്റ് എയർലൈൻ എൻ്റേതാകണം എന്നൊരു ചിന്തയൊക്കെ വന്ന് ഞാൻ ലജോൺസ്, എൻ്റെ വൈഫിൻ്റെ പേര് ലളിത എന്നായിരുന്നു, ഞാൻ ജോൺ, ലജോൺസ് ഇൻ്റർനാഷണൽ എന്നൊക്കെ പറഞ്ഞൊരു കമ്പനിയൊക്കെ രജിസ്റ്റർ ചെയ്തു. അപ്പോൾ അതിൻ്റെ അകത്ത് ട്രിവാൻഡ്രം ഗൾഫ് ചാർട്ടേഡ് ഫ്ലൈറ്റ്, ഹോവർക്രാഫ്റ്റ് സർവീസ്, എയർഷിപ്പ് ഇൻഡസ്ട്രി, ഇങ്ങനെ നവീനമായ ചിന്തകളായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു വലിയ ചിന്തയൊക്കെ ആയിട്ട് ഡൽഹിക്കും കൊച്ചിക്കും പലപ്പോഴും പറന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു തവണ ഡൽഹിയിൽ നിന്ന് മടങ്ങി വരുമ്പോൾ ഞങ്ങളുടെ പ്ലെയിനിന് തീ പിടിച്ചു. രക്ഷപ്പെടാൻ ഒരു നിവൃത്തിയില്ലായിരുന്നു, മരണം തീർച്ചയായിട്ടും. അപ്പോൾ അന്നൊരു വാഗ്ദാനം ചെയ്തു. ഞാൻ ഈശ്വര വിശ്വാസിയൊന്നും ആയിരുന്നില്ല ആ സമയത്ത്, പക്ഷേ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഞാനൊരു വാഗ്ദാനം ചെയ്തു, ദൈവമേ, ഈ അപകടത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടാൽ എൻ്റെ രണ്ടാം ജീവിതം നിനക്ക് വേണ്ടി ഞാൻ കാഴ്ചവെച്ച് പ്രവർത്തിക്കാമെന്ന്. അതന്ന് രക്ഷപ്പെടാൻ വേണ്ടി ചെയ്തതാണ്, ഞാൻ വാസ്തവത്തിലൊന്നും സീരിയസ് ആയിട്ട് പറഞ്ഞതല്ല. പക്ഷെ എന്തോ പ്രോവിഡൻസ് പിന്നീട് അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എന്നെ കൊണ്ടുവരുന്നു. പല ദർശനങ്ങളുണ്ടാകാൻ തുടങ്ങി. ആശുപത്രി കിടക്കുമ്പോൾ തന്നെ എനിക്ക് യേശുദേവൻ്റെ ഒരു ദർശനം കിട്ടി. അപ്പോൾ ഞാൻ ഈ ക്രിസ്തു സഭയൊക്കെ വിട്ടുപോയ ആളാണ്. ഞാൻ ഒരു ക്രിസ്തീയ ബാക്ക്ഗ്രൗണ്ടിൽ ജനിച്ചു വളർന്നുവെങ്കിലും ഇതിൽ നിന്നെല്ലാം വിട്ടുപോയി. കാരണം ഇതിലൊന്നും വലിയ അർത്ഥം ഞാൻ കണ്ടില്ല. ഈ ആചാര അനുഷ്ഠാനങ്ങളുടെ പുറകെ നടക്കുന്ന ഒരു ക്രിസ്തീയ സഭയാണ് അന്ന് ഞാൻ കാണുന്നത്. അപ്പോൾ അതിലൊന്നും എനിക്ക് ആകർഷണം തോന്നില്ല. അങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലേക്ക് വരുന്നത്. പക്ഷെ ഇപ്പോൾ എനിക്ക് ഈ അനുഭവങ്ങൾ വരാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാൻ കാണുന്നു, ഈ ജീവിക്കുന്ന ക്രിസ്തുവിൻ്റെ ആത്മാവ് എന്നുള്ളത് ആർക്കും ലഭ്യമാണ്. തീക്ഷ്ണമായി നമ്മൾ സാധന ചെയ്താൽ മതി. അങ്ങനെ സാധനയുടെ കാര്യമൊക്കെ പറയുന്നുണ്ടല്ലോ. യഥാർത്ഥ സാധനയിൽ നമ്മളൊരു ആത്മീയ തലത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈ ഇപ്പോൾ നമ്മളിവിടെ ഇരിക്കുന്ന ഈ അന്തരീക്ഷത്തെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ഉണ്ട്. ഇപ്പം നമുക്കൊന്നും കാണാൻ പറ്റുന്നില്ല, പക്ഷേ നമ്മൾ ടി വി ഇവിടെ വെച്ച് ട്യൂൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 10, 80, 90 സ്റ്റേഷൻസ് ഇവിടെ കിട്ടും. അപ്പോൾ അത് ആ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിൻ്റെ ഒരു ലെവലുണ്ട്. അതുപോലെ ഞാൻ കാണുന്ന സ്പിരിച്വൽ ഫ്രീക്വൻസി ഉണ്ട്. ആ ലെവലിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമുക്കിങ്ങനെ ഒത്തിരി വിശുദ്ധാത്മാക്കളെ ട്യൂൺ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് ഭാരത സംസ്കാരത്തിലെ ഏറ്റവും നല്ല ഒരു ട്യൂണിങ് പ്രോസസ്സാണ് നാമജപം. ഏതെങ്കിലും ഒരു സങ്കല്പ ദൈവത്തിൻ്റെയോ അല്ലെങ്കിൽ ചരിത്ര ദൈവത്തിൻ്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗുരുവിൻ്റെയോ പേര് നമ്മളിങ്ങനെ നിർത്താതെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ ആത്മാവ് നമ്മളിൽ വരുന്നൊരനുഭവം ഉണ്ടാകും. അപ്പോൾ ഞാനത് ഒത്തിരി പരീക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ യേശു ക്രിസ്തുവിൻ്റെ ആത്മാവിലേക്ക് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങി. കാരണം എനിക്ക് അനുഭവം ഉണ്ടായതിന് ശേഷം. അപ്പോൾ ഞാൻ കാണുന്ന ഈ ആത്മാവെന്ന് പറയുന്നത് ക്ഷമയുടെയും അനുരഞ്ജനത്തിൻ്റെ ആത്മാവാണ്. ബുദ്ധൻ്റെ ആത്മാവാണെങ്കിൽ കരുണയുടെ ആത്മാവാണ്. രാമകൃഷ്ണൻ്റേതാണെങ്കിൽ സർവമത സൗഹാർദ്ദത്തിൻ്റെ ആത്മാവാണ്. നാരായണ ഗുരുവിൻ്റേതാണെങ്കിൽ ഏകലോക ദർശനത്തിൻ്റെ ആത്മാവാണ്. ഗാന്ധിയുടേതാണെങ്കിൽ സത്യത്തിൻ്റെ അഹിംസയുടെ ആത്മാവാണ്. അപ്പോൾ നമുക്കിതൊക്കെ ട്യൂൺ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഞാൻ യേശുക്രിസ്തുവിൻ്റെ ആത്മാവിൽ കൂടുതൽ ട്യൂൺ ചെയ്തു. കാരണം എൻ്റെ അനുഭവത്തിൽ ഞാൻ കാണുന്നത് ഈ ദൈവകൃപ അല്ലെങ്കിൽ ഡിവൈൻ പ്രോവിഡൻസ് നമുക്ക് കിട്ടണമെങ്കിൽ, കൂടുതലായിട്ട് വരണമെങ്കിൽ, ആദ്യമേ നമ്മുടെ ഉള്ളിൽ ക്ഷമയും അനുരഞ്ജനവും ഉണ്ടായിരിക്കണം. അതിപ്പോൾ മോഡേൺ സൈക്കോളജിയും കൊണ്ടുവരുന്ന ഒരു ആശയമാണ്. അപ്പോൾ ഈ ക്ഷമയും അനുരഞ്ജനവും ഇല്ലാതെ നമ്മളിലേക്ക് ഈശ്വര കൃപയുടെ ഇൻഫ്ലോ ഉണ്ടാകില്ല, അല്ലെങ്കിൽ അനുഭവം ഉണ്ടാകില്ല. അപ്പോൾ ഇത് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ഇതിലേക്ക് ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. ഇന്നിപ്പോൾ ഈ അവസാനത്തെ എൻ്റെ ഈ ആശ്രമം ദൈവകൃപ ആശ്രമം എന്ന് പറയുന്നതിൻ്റെ ഒരു കാരണം, ഈ ദൈവകൃപയില്ലാതെ മനുഷ്യന് ആത്മീയമായിട്ട് അല്ലെങ്കിൽ ഭൗതികമായിട്ടും യഥാർത്ഥ ഒരു വളർച്ചയിലേക്ക് വരാൻ പറ്റുന്നില്ല. കാരണം ഒരു ചെടി വളരണമെങ്കിൽ സൂര്യപ്രകാശം വേണം. അതുപോലെ മനുഷ്യൻ്റെ വളർച്ചയ്ക്കും ഈ ഈശ്വര കൃപയുടെ ആവശ്യമുണ്ട്. അപ്പോൾ അത് ഈ അന്വേഷണം എന്നെ 4 മതങ്ങളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ക്രിസ്തു മതത്തിലൂടെ ഇത് മനസ്സിലാക്കി, അടിസ്ഥാനമായിട്ടുള്ള ആ എക്സ്പീരിയൻസ് കിട്ടിക്കഴിഞ്ഞോണ്ട് അപ്പോൾ എനിക്ക് മനസ്സിലായി, ഇത് ഈ കൃപ അല്ലെങ്കിൽ സൂര്യപ്രകാശം എന്നുള്ളത് എല്ലായിടത്തും കാണുമല്ലോ. ഇപ്പോൾ സൂര്യൻ ഇവിടെ മാത്രമല്ലല്ലോ ഉദിക്കുന്നത്, എല്ലായിടത്തും ഉണ്ടല്ലോ, എല്ലാവർക്കും ലഭ്യമാണല്ലോ. അല്ലെങ്കിൽ ഇങ്ങനെ ഇന്ത്യക്കാർക്ക് മാത്രമോ അല്ലെങ്കിൽ മലയാളികൾക്ക് മാത്രമോ ഒന്നുമല്ല സൂര്യപ്രകാശം കിട്ടുക, ഇതെല്ലായിടത്തും കാണണം. അപ്പോൾ ഞാൻ അതുകൊണ്ട്
ഈ ഈശ്വര കൃപയിലേക്ക് വിശ്വാസമുള്ള 4 മതങ്ങളാണ് നമുക്കുണ്ട്. ക്രിസ്തുമതം, ഹിന്ദുമതം, ഇസ്ലാം മതം, സിഖ് മതം. ബുദ്ധമതവും ജൈനമതവും അങ്ങനെ ഈശ്വരനിലോ കൃപയിലൊന്നും വിശ്വസിക്കുന്നില്ല. അപ്പോൾ ഈ 4 മതങ്ങളിലൂടെ ഞാനൊരു തീർത്ഥയാത്ര നടത്തി. ഈ 4 മതങ്ങളിൽ ഞാൻ ജീവിച്ചിട്ടുണ്ട്. രാമകൃഷ്ണ മിഷനിൽ സ്വാമി രംഗനാഥൻജിയുടെ ഒരു ശിഷ്യനായിട്ട് ഒരു 5 വർഷത്തോളം ഞാൻ അവിടെയാണ് ഈ ഗീത, ഉപനിഷത്ത്, ബ്രഹ്മസൂത്ര ഒക്കെ ഞാൻ പഠിക്കുന്നതൊക്കെ. പിന്നെ ഇസ്ലാമിക് ട്രഡീഷനിൽ, സൂഫി ട്രഡീഷനിൽ 2 വർഷം ഞാൻ ഹൈദരാബാദിൽ ഇതിനെപ്പറ്റി കൂടുതലായിട്ട് പഠിച്ചു. സിഖ് റിലീജിയൻ, ഈ സർദാർജികളുടെ അവിടെ ഞാൻ ഒരു 1-2 വർഷം പഞ്ചാബിലും ഒക്കെ പഠിച്ചു. അപ്പോൾ ഞാൻ കാണുന്നത് ഇവിടെ എല്ലാം അവസാനം വരുന്നത് ഈ ദൈവകൃപ. ഇപ്പോൾ മുസ്ലിംസ് ആണെങ്കിൽ പറയും ഇൻഷാ അല്ലാഹ്, ഹിന്ദുസ് പറയും ഈശ്വർക്ക് കൃപ, ഈശ്വരകൃപ, ക്രിസ്ത്യൻസും പറയും ദൈവകൃപയാണ്, സിഖുകാർ പറയും വാഹിഗുരുക്ക് ഫത്തെ. അപ്പോൾ ഈ കൃപ എന്നുള്ളത് ഈ സത്യ അന്വേഷിയുടെ ഒരു അവസാനത്തെ ഒരു വാതിലാണ്. എല്ലാ മതങ്ങളിലൂടെയും പോയാൽ അവിടെ ആ വാതിലേക്ക് നമ്മൾ നിൽക്കുക. ഇനി ആ വാതിൽ കടക്കുക എന്നുള്ളത് പിന്നെ വേറെ മതങ്ങൾക്കോ ഗുരുക്കന്മാർക്കൊന്നും അവിടെ പ്രസക്തിയില്ല. ഇവിടെ നമ്മുടെ തന്നെ ആന്തരികമായിട്ടുള്ള അവബോധത്തിൻ്റെ അല്ലെങ്കിൽ പ്രകാശത്തിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ പിന്നെ അത് കടക്കുന്നത്. അപ്പോൾ അവിടെ ഐ വേഴ്സസ് ദൗ, ഞാനും നീയും എന്നൊരിതാണ് ആദ്യം കാണുന്നത്. ഞാൻ ആ വാതിക്കൽ നിൽക്കുന്നു അതിലേക്ക് കടക്കാൻ വേണ്ടി, പ്രഭുവിനെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാനത് കടന്നകത്തേക്ക് വരുമ്പോൾ ആത്മാവിൽ ഒന്നാകുന്ന ഒരു അനുഭവം ഉണ്ടാവും. അവിടെയാണ് ഇപ്പോൾ ശങ്കരാചാര്യൻ്റെ അദ്വൈതവും, അല്ലെങ്കിൽ എൻ്റെ ഒരു സുഹൃത്തുണ്ട് ഗുരുശ്രീ എന്നൊക്കെ പറയുന്നത്, അദ്ദേഹത്തിൻ്റെ അത്രൈതവും എൻ്റെ തന്നെ എല്ലാത്തിൻ്റെയൊക്കെ ഒരു ചിന്തയുടെ അടിസ്ഥാനം ആ ഒരു സമന്വയമാണ്. അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് എൻ്റെ ഒരു ഫോക്കസ് വരുന്നത് ഹിന്ദു, ക്രിസ്ത്യൻ ട്രഡീഷൻസിൻ്റെ ഒരു ആത്മീയ സമയമാണ്. എൻ്റെ ഗുരു 2 പ്രധാന ഗുരുക്കന്മാരാണ് എൻ്റെ ഈ യാത്രയിലുള്ളത്. ഒന്നൊരു സ്വാമി രംഗനാഥാനന്ദ, ഞാൻ പറഞ്ഞല്ലോ രാമകൃഷ്ണ മിഷൻ്റെ ഹെഡായിരുന്നു. അദ്ദേഹമാണ് എന്നെ ഹൈന്ദവ പാരമ്പര്യത്തിൻ്റെ ആഴങ്ങളിലേക്ക് കൊണ്ടുപോകാൻ സഹായിച്ചത്. പിന്നെ ഫാദർ ബീഡ് ഗ്രിഫിത്സ്, സ്വാമി ദയാനന്ദ എന്ന പേരെടുത്ത ഞാൻ കാണിച്ചിരുന്നപ്പോൾ, ഇവർ 2 പേരുമാണ് എൻ്റെ യഥാർത്ഥത്തിലുള്ള ഒരു മാർഗദർശികളായിട്ട് എൻ്റെ ഈ ജീവിതത്തിൽ നയിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവരുടെ ഒരു ആത്മീയതയുടെ ഒരു പ്രായോഗിക വശം ഞാൻ കാണുന്ന ഗാന്ധിയിലാണ്. അതുപോലെ കേരളത്തിലാണെങ്കിൽ നാരായണ ഗുരുവിലാണ് ഇതിൻ്റെ ഒരു പ്രായോഗികമായിട്ടുള്ള ആപ്ലിക്കേഷൻ ഞാൻ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗാന്ധിയും നാരായണ ഗുരുവും എനിക്ക് വളരെ പ്രധാനപ്പെട്ടാണ് അവിടെ കാണാൻ പറ്റും. അതുപോലെ മദർ തെരേസ, ആ അമ്മയുടെ സ്നേഹം, മാതൃസ്നേഹം. ഭാരത സംസ്കാരത്തിൽ മാതാപിതാ ഗുരു ദൈവം എന്നാ പറയുക. അപ്പോൾ ദൈവസ്നേഹത്തിൻ്റെ ആദ്യത്തെ അനുഭവം അമ്മയിൽ നിന്നാണ്, മാതൃസ്നേഹം. പിന്നീട് വരുന്നതാണ് അച്ഛനിൽ നിന്ന്, പിന്നെ ഗുരുവിൽ നിന്ന്. അപ്പോൾ ഈ മാതൃസ്നേഹം, പിതൃശക്തി, ഗുരുജ്ഞാനം, ഇതിൻ്റെ ഒരു സമന്വയമാണ് യഥാർത്ഥ ദൈവികത എന്ന് പറയുന്നത്. അപ്പോൾ ഈ ദൈവികതയെ ഞാൻ കണ്ടുമുട്ടിയത് യേശു ക്രിസ്തുവിലാണ്. ഇപ്പോൾ സദ്ഗുരു യേശു എന്നൊരു ചിന്തയാണ് പിന്നെ ഞാൻ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഒരു അവാർഡ് കിട്ടിയ ബുക്കുണ്ട്, ഇന്ത്യൻ ഫേസ് ഓഫ് ദ ക്രിസ്ത്യൻ ഫെയ്ത്ത് എന്ന് പറഞ്ഞിട്ട്. അതിൽ ഞാനിത് ഇങ്ങനെയുള്ള ചിന്തകളാണ് പങ്കുവച്ചിരിക്കുന്നത്. അതായത് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ഭാരതീയ മുഖം. കാരണം പലർക്കും തെറ്റായ ഒരു ധാരണയുണ്ട്, ഈ ക്രിസ്തു മതം അല്ലെങ്കിൽ ക്രിസ്തീയ വിശ്വാസം എന്നുള്ളൊരു പാശ്ചാത്യവൽക്കരിക്കപ്പെട്ട അവിടുന്ന് വന്ന, യൂറോപ്പിൽ നിന്ന് വന്നതാണെന്നൊക്കെയാണ്. ശരിയാണ്, ഇവിടെ വരുന്നത് ക്രിസ്തു മതം വരുന്നത് യൂറോപ്പിൽ നിന്നാണ്, കൊളോണിയൽ ഫോഴ്സസിലൂടെയാണ്. പക്ഷേ ക്രിസ്തുമതം ജനിക്കുന്നത്, യേശു ക്രിസ്തു ജനിച്ചത് ഇസ്രായേലിലാണ്. അതൊരു വെസ്റ്റ് ഏഷ്യൻ കൺട്രിയാണ്, ഏഷ്യയിൽ തന്നെയാണ്. ലോകത്തിലെ എല്ലാ മതങ്ങളും ഉത്ഭവിച്ചിരിക്കുന്ന ഏഷ്യയിൽ നിന്നാണ്. അതിൽ തന്നെ 4 മതങ്ങളുടെ ഉത്ഭവസ്ഥാനം ഭാരതമാണ്. അതുകൊണ്ട് തന്നെ ഭാരതം ഒരു പുണ്യഭൂമി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അപ്പം ഇത്രമാത്രം മതങ്ങൾ പൊട്ടിമുളച്ചിട്ടുള്ള ഒരു ഭൂമി ലോകത്തിലില്ല. അതുപോലെ എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടുള്ള ഒരു സംസ്കാരം വേറെയില്ല. അപ്പോൾ ഇവിടെ നമ്മുടെ തനതായിട്ടുള്ളൊരു പാരമ്പര്യം എന്ന് വേണമെങ്കിൽ ഹിന്ദുയിസത്തിനെ പറയാൻ പറ്റും, അല്ലെങ്കിൽ സനാതനധർമ്മ എന്നൊക്കെ നമ്മൾ പറയുന്നത്. പക്ഷേ ഇതൊക്കെ നമ്മൾ ഒരു പേരിൻ്റെയോ അല്ലെങ്കിൽ ഒരു ചട്ടക്കൂട്ടിലോ കൊണ്ടുവരുമ്പോൾ അതിൻ്റെ തനിമ നഷ്ടപ്പെടുകയാണ്. കാരണം ആത്മീയ കാര്യങ്ങളെ നമുക്ക് ഇങ്ങനെ ഒരു ചട്ടക്കൂട്ടി കൊണ്ടുവരാൻ പറ്റില്ല. നമുക്ക് ആവശ്യമുള്ളത് എടുത്ത് ഉപയോഗിച്ച് ജീവിക്കുന്ന അത്രയേ ഉള്ളൂ.
അപ്പോൾ ഇത് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്, അതുപോലെ ഒരു ചലഞ്ചുമാണ് നമ്മെ സംബന്ധിച്ച്. കാരണം നമ്മൾ കാണുന്ന ആ ചെറിയ ലോകമാണ് സൃഷ്ടി മുഴുവനെന്ന് അവകാശപ്പെടുമ്പോൾ അത് നമ്മളുടെ പരിമിതമായ അറിവോ അല്ലെങ്കിൽ അനുഭവമാണ് അത് കാണിക്കുന്നത്. കാരണം ഈ ചെറിയ മനുഷ്യൻ ഈ ഭൂമി എന്ന് പറയുന്ന സൗരയൂഥത്തിലുള്ള 9 ഗോളങ്ങളിലൊന്നാണല്ലോ അത്. അതിൻ്റെ അകത്തുള്ള ലക്ഷക്കണക്കിന് ജീവികളിലൊന്നാണ് ഈ മനുഷ്യൻ. ഈ മനുഷ്യൻ ഇവിടെ ഇരുന്ന് പലതും പറയും. അവന് അഹം ബ്രഹ്മാസ്മി, തത്വമസി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയുന്നത് പലപ്പോഴും നമ്മൾ ദുർവ്യാഖ്യാനം ചെയ്യും. ഞാൻ ബ്രഹ്മനാണ്, അല്ലെങ്കിൽ സൃഷ്ടാവിന് തുല്യമാണ്. സൃഷ്ടാവിനെ അറിഞ്ഞിട്ടില്ല, നമ്മൾ സൃഷ്ടിയെ അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഈ സൗരയൂഥം എന്നുള്ളത് ലോകത്തിലെ അല്ലെങ്കിൽ നമ്മുടെ മിൽക്കി വേ എന്ന് പറയുന്ന ഇതിലുണ്ടല്ലോ, നമ്മുടെ മിൽക്കി വേ എന്നുള്ളൊരു കോൺസ്റ്റലേഷൻ്റെ ഭാഗമാണ്. അത് തന്നെ ഇങ്ങനെയുള്ള ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് സൗരയൂഥങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. ഇനി മിൽക്കി വേ എന്ന് പറയുന്നതും അങ്ങനെയുള്ള കോടാനുകോടി ഇങ്ങനെയുള്ള ഇതിൻ്റെ അകത്തൊന്ന് മാത്രമേ ആകുന്നുള്ളൂ. അപ്പോൾ ഇവിടെയൊക്കെ ഇരുന്നിട്ട് നമ്മൾ പറയുമ്പോൾ വളരെ വളരെ എളിമപ്പെട്ട് നമുക്കിപ്പോൾ ഒരു ബുഫേയിലേക്ക് കയറി ചെല്ലുമ്പോൾ ന്യൂ ഇയറൊക്കെ വരികയാണ്. അപ്പോൾ വലിയ ഹോട്ടലിലൊക്കെ ബുഫേ ഉണ്ടാവും. നമുക്ക് പോയി ഇപ്പോൾ 600 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ടിക്കറ്റ് കിട്ടും, അല്ലെങ്കിൽ ഒരു പാസ് കിട്ടും, എന്ത് വേണമെങ്കിലും കഴിക്കും. നോക്കിക്കഴിയുമ്പോൾ അവിടെ ഇന്ത്യൻ പഞ്ചാബി ഫുഡുണ്ട്, ഇറ്റാലിയൻ ഫുഡുണ്ട്, ചൈനീസ് ഫുഡുണ്ട്, എല്ലാ വിധത്തിലുള്ള നിറച്ച് കാണും ഒരു വലിയ ഹാളിൽ. നമ്മളത് മുഴുവൻ തിന്നാൻ പോകുന്നില്ല. നമുക്ക് എവിടെയെങ്കിലും, ഞാനൊരു പ്യുവർ വെജിറ്റേറിയനാണ്. അപ്പോൾ ആദ്യമേ നോക്കും, വെജിറ്റേറിയൻ എന്നുള്ളൊരു ബോർഡ് നോക്കും. അവിടെ പോയി എനിക്ക് പഴവർഗ്ഗങ്ങളാണ് കൂടുതൽ ഇഷ്ടം, അതെന്തെങ്കിലും കഴിക്കും. പിന്നെ ഐസ്ക്രീമും ഇഷ്ടമാണ്, അതും ഒന്ന് കഴിക്കും, ഞാൻ പോരും. അതെനിക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ ഈ വാട്ട് ഈസ് എസെൻഷ്യൽ ഫോർ ലൈഫ് എന്നുള്ളതാണ്. നമ്മൾ എനിക്കിപ്പോൾ 78 വയസ്സായി. ഇനിയിപ്പോൾ 8-10 വയസ്സൊക്കെ ഉള്ള അറ്റ് മോസ്റ്റ് ജീവിച്ചെന്ന് വരും. അപ്പോൾ ഈ 80-ഓ 90-ഓ 100-ഓ ഒരു ഉത്തമ പുരുഷൻ്റെ ജീവിതം 100 വർഷം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ 100 വർഷം നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്ന നമുക്ക് ആ ജീവിതം ധന്യമാക്കാനുള്ള മാർഗങ്ങൾ, അറിവ്, അത് മതിയല്ലോ. അല്ലാതെ നമ്മൾ കൂടുതലൊന്നും സമയം കളഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഈ എസെൻഷ്യൽ ട്രൂത്ത് എന്ന് ഞാൻ പറയും, ആവശ്യമുള്ള സത്യാന്വേഷിക്ക് കണ്ടുപിടിക്കേണ്ടത് ആവശ്യമുള്ള സത്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു അന്വേഷണത്തിൻ്റെ ഫലമായിട്ടാണ് ഞാനിങ്ങനെ ഭാരതത്തിൽ 4 ആശ്രമങ്ങൾ ഇത് കൂടാതെ സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു ആശ്രമം എന്ന് പറയാൻ പറ്റില്ല, ഇതൊരു വാടക വീടാണ്. ഞാൻ താമസിക്കുന്ന ഒരു ആശ്രമം എന്ന് പറയുന്നു. പിന്നെ ദൈവകൃപ എന്നുള്ളത് എൻ്റെ ഒരു ജീവിതത്തിൻ്റെ ലക്ഷ്യം കൂടിയാണ്, അല്ലെങ്കിൽ ഒരു ഫൈനൽ മീറ്റിംഗ് പോയിൻ്റാണ്. ഈ 4 മതങ്ങളുടെ ഒരു മീറ്റിംഗ് പോയിൻ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ 4 മതങ്ങളുടെ ഒരു സമന്വയ കേന്ദ്രമായിട്ട് ഇത് നിൽക്കുന്നത്. ഈ ലോഗോ നോക്കിയാൽ കാണാൻ പറ്റും 4 മതങ്ങളുടെ ചിഹ്നങ്ങളുണ്ട്. ഗോഡ് ഇൻ ഓൾ ഇൻ ഗോഡ് എന്നുണ്ട്. ദൈവം എല്ലാത്തിലും, എല്ലാ ദൈവത്തിലും. ധർമ്മരാജ് വേദി, അതാണ് നമ്മുടെ ഒരു നാഷണൽ ഓർഗനൈസേഷനാണ്. അത് കൂടുതൽ ആളുകളൊന്നുമില്ല, ഇങ്ങനെ അന്വേഷിക്കുന്നവരുടെ ഒരു സ്നേഹക്കൂട്ടായ്മ നെറ്റ്വർക്കാണ്. അപ്പോൾ അവിടെ പലരും മണിപ്പൂർ മുതൽ ശ്രീനഗർ പോലെയുള്ള സ്ഥലങ്ങളിലുള്ള സാധകസുണ്ട്. 3-4 ആചാര്യന്മാരുണ്ട്. ഞാനിപ്പോൾ അതിൻ്റെ ഒരു ആചാര്യ ഗുരു എന്ന രീതിയെല്ലാം വിഡ്രോ ചെയ്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ഞാൻ ഒത്തിരി പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. 28 പുസ്തകങ്ങളോളം തന്നെ ഞാൻ എഴുതിയിട്ടുണ്ട്. പക്ഷേ കൂടുതൽ ഇംഗ്ലീഷിലാണ്. കാരണം എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് അവിടെ നിന്നാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പുസ്തകങ്ങളൊക്കെ ഇംഗ്ലീഷിലാണ്. അപ്പോൾ അതുകൊണ്ട് കേരളത്തിൽ വലിയ പ്രചാരം വന്നിട്ട്, അത് തന്നെയല്ല ഞാനിപ്പോൾ കേരളത്തിലേക്ക് സജീവമായിട്ട് വന്നിട്ട് 5-6 വർഷം ആവുന്നുള്ളൂ. അല്ലെങ്കിൽ കൂടുതലും നോർത്ത് ഇന്ത്യയിലായിരുന്നു. നോർത്ത് ഇന്ത്യയിലെ എയർഫോഴ്സ് ബാബ എന്ന് അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വന്ന് അവസാനത്തെ ഒരു പരീക്ഷണം എന്ന രീതിയിലാണ് ഈ ദൈവകൃപ ആശ്രമം. ഇപ്പോൾ ഈ 4 മതങ്ങളുടെ ഒരു സമന്വയ കേന്ദ്രം. പിന്നെ ഞാൻ യേശുക്രിസ്തുവിലൂടെ കണ്ടെത്തിയ, അനുഭവിച്ചറിഞ്ഞ ആ ദൈവകൃപ, അത് താല്പര്യമുള്ളവർക്ക് പങ്കുവെക്കുക. അങ്ങനെയൊക്കെയുള്ളൊരു ഓപ്പൺ എൻഡഡ് ഇതാണ്. ഞാൻ തന്നെ ഇവിടെയുള്ളൂ. ഇപ്പോൾ ഇനി തന്നെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ. എലോൺ വിത്ത് എലോൺ എന്നൊരു അനുഭവത്തിലേക്ക് ഞാൻ വന്നു. അപ്പോൾ 78 വയസ്സിൽ വലിയ വിപ്ലവമൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യം നമുക്കില്ല. അങ്ങനെ ഒരു ഇതാണ്. സ്വാമിജി, അങ്ങ് തുടക്കത്തിൽ അങ്ങയുടെ പേര് സൂചിപ്പിച്ചത് NV ജോൺ എന്നാണ്. സ്ക്വാഡ്രൺ ലീഡർ NV ജോൺ എന്നുള്ള രീതിയിലാണ് അങ്ങ് അറിയപ്പെട്ടിരുന്നത്. ആ പേരിൽ നിന്നും പല പല പേരുകളിലൂടെയാണ്
ഇപ്പോൾ അങ്ങ് എത്തി നിൽക്കുന്ന ആചാര്യശ്രീ സച്ചിദാനന്ദ ഭാരതി എന്ന പേരിലേക്ക്, ആ ഒരു നാമധേയത്തിലേക്ക് എത്തിപ്പെടുന്നു. ആ ഒരു യാത്ര കുറിച്ചൊന്ന് പറയാം. ഒരു ആത്മീയ തീർത്ഥയാത്രയിൽ ഓരോ സ്റ്റേജിനും ഒരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകതയെ സൂചിപ്പിക്കുന്ന ഒരു പേര് സാധാരണ ഒരു ഗുരു തരും. അവിടുന്ന് പിന്നെ നമ്മൾ അത് വികസിപ്പിച്ച് കൊണ്ടുവരാനുള്ള ഒരു പക്ഷെ നമ്മുടെ തന്നെ പ്രക്രിയയായിരിക്കും. അപ്പോൾ ഞാൻ തുടങ്ങുമ്പോൾ സ്ക്വാഡ്രൺ ലീഡർ NV ജോൺ, ഞാൻ എയർഫോഴ്സ് ഓഫീസറായിരുന്നു പറഞ്ഞല്ലോ, സ്ക്വാഡ്രൺ ലീഡർ റാങ്ക് ആയിരുന്നു. 82 വിമാനാപകടത്തിലാണ് തുടങ്ങുന്നത്. എനിക്കന്ന് 35 വയസ്സ് പ്രായമുണ്ട് ഈ തുടക്കത്തിൽ. അപ്പോൾ ഈ വിമാന അപകടവും ആദ്യത്തെ ആത്മീയ അനുഭവങ്ങളും കഴിഞ്ഞപ്പോൾ എനിക്ക് എവിടെയാണെന്നൊരു ഒരു നിലയില്ലാത്ത കുളത്തിലേക്ക് പോയി ചാടി പോലെ ഒരു അനുഭവം ഉണ്ടായി. അപ്പോൾ ഞാനതിനെപ്പറ്റി കൂടുതൽ ചിന്തിച്ചു, പ്രാർത്ഥിച്ചു. അപ്പോൾ ഈ ഉപനിഷത്തിൽ പറയുന്നുണ്ട്, ഒരു സാധകൻ റെഡിയാകുമ്പോൾ ദൈവം കൃപയിൽ ഒരു ഗുരുവിനെ നൽകും. അപ്പോൾ ഈ ഗുരു വരുന്നത് ഒരു കൃപയാണ്. സാധകൻ അന്വേഷിക്കുന്ന ഒരു അവസ്ഥയിലേ അത് സാധ്യമാവും. അപ്പോൾ അങ്ങനെ എൻ്റെ ജീവിതത്തിലേക്ക് 4 ഗുരുക്കന്മാർ 4 അവസ്ഥകളിൽ കടന്നു വന്നിട്ടുണ്ട്. ആദ്യത്തെ ഗുരുവാണ് ഒരു ജസ്റ്റിസ് ജോസഫ് വിധേയത്തിൽ എന്ന് പറഞ്ഞ് ഈ കേരളത്തിലുണ്ടായിരുന്ന ഹൈക്കോടതി ഒരു ജഡ്ജിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകനായിരുന്നു കാർഡിനൽ വർക്കി വിധേയത്തിൽ, നമ്മുടെ കത്തോലിക്ക സഭയുടെ ഒരു ടോപ്പ് പൊസിഷനായിരുന്നു കാർഡിനൽ എന്നോട് ഇവിടുത്തെ കേരളത്തിലെ ഏറ്റവും വലിയ പോസ്റ്റാണ്. അപ്പോൾ അദ്ദേഹമായിരുന്നു എൻ്റെ ആദ്യത്തെ ഗുരു, ജസ്റ്റിസ് ജോസഫ് വിധേയത്തിൽ. അപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് ഞാൻ പഠിച്ച കാര്യം എന്ന് വെച്ചാൽ, ഈ ആത്മീയതയും മതാത്മകതയും തമ്മിൽ രണ്ടും വളരെ വ്യത്യാസമാണ്. ആത്മീയത എന്നുള്ളത് നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്നതാണ്, അനുദിന ജീവിതത്തിൽ കാണുന്നതാണ് ഈ ആത്മീയതയുടെ. മതാത്മകത എന്ന് പറയുമ്പോൾ മതവിശ്വാസങ്ങൾ, ആചാരാനുഷ്ഠാനങ്ങൾ, അതിലൊക്കെ അങ്ങ് പോകുന്നതാണ്. അപ്പോൾ പലരും ഈ മതാത്മകതയെ ആധ്യാത്മികതയായിട്ട് തിരിച്ചിരിക്കുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോൾ ഞാനും അങ്ങനെ ചെയ്തിരുന്ന ആളാണ്. പക്ഷേ ഈ ജസ്റ്റിസ് വിധേയത്തിൽ നിന്ന് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, യഥാർത്ഥ ആധ്യാത്മികത അതാണ്. കാരണം ഒരു സത്യസന്ധനായ ഒരു ഹൈക്കോടതി ജഡ്ജായിരിക്കുക, അതുപോലെ ഒരു വളരെ പയസ് ക്രിസ്ത്യൻ ആയിരിക്കുക, അതുപോലെ ഒരു കുടുംബജീവിതത്തിൽ ഉത്തമ ഭർത്താവും ഉത്തമ പിതാവൊക്കെ ആയിരിക്കുക എന്നുള്ളത് യഥാർത്ഥ ഒരു പ്രാക്ടിക്കൽ സ്പിരിച്വാലിറ്റിയുടെ ഭാഗമാണ്. അപ്പോൾ അത് എന്നെ ആകർഷിച്ചു. ഞാനും അതുപോലെ ആകാൻ ആഗ്രഹിച്ചു. കാരണം ഞാൻ വിവാഹിതനായിരുന്നല്ലോ. അപ്പോൾ ഒരു വൈദികൻ അല്ലെങ്കിൽ ഒരു സന്യാസി എന്നുള്ള രീതിയിലേക്ക് ഞാനത് ചിന്തിച്ചു പോകുന്നു. അപ്പോൾ ആദ്യത്തെ ഗുരുവിൽ നിന്ന് പഠിച്ചതാണ് ഈ ആധ്യാത്മികതയും മതാത്മകതയും തമ്മിലുള്ള വ്യത്യാസം. അതുപോലെ ഈ ആധ്യാത്മികത എന്നുള്ള പ്രാക്ടിക്കൽ ലൈഫുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. അതിന് വലിയ ഈ ഡ്രസ്സ് വേഷഭൂഷങ്ങളൊന്നും വലിയ കാര്യമില്ല. പിന്നെ ഓരോന്നൊക്കെ നമ്മൾ ഇടുന്നു, ഒരു ഐഡൻറ്റിഫിക്കേഷന് വേണ്ടിയിട്ട് ചെയ്യുന്നു മാത്രമാണ്. രണ്ടാമത്തെ ഗുരുവാണ് ഈ ഫാദർ ബീഡ് ഗ്രിഫിത്സ്, ഒരു ബെനഡിക്ടൻ സന്യാസിയായിരുന്നു. അപ്പോൾ ഞാൻ സഭയൊക്കെ വിട്ടുപോയ ആളാണ്, ക്രിസ്ത്യൻ ട്രഡീഷനൊക്കെ വിട്ടുപോയ ആളാണ്. അപ്പോൾ അദ്ദേഹം എന്നെ കാണിച്ചു തന്നു, നിങ്ങൾ ഈ വിട്ടുപോകുന്ന സഭ യഥാർത്ഥത്തിൽ ക്രിസ്തു തുടങ്ങിയതല്ല, അത് മനുഷ്യൻ തുടങ്ങിയ സഭയിൽ നിന്ന് മനുഷ്യൻ്റെ ബലഹീനതകളുള്ള ഒരു ചിട്ടക്കൂട്, അത് നിങ്ങൾക്ക് ഇഷ്ടമായില്ല, നിങ്ങൾ വിട്ടുപോയി. യഥാർത്ഥ സഭ എന്നുള്ളത് ക്രിസ്തുവിൻ്റെ ആത്മാവിനാൽ ഒരുമിക്കപ്പെടുന്ന ഒരു ജനതയാണ്. അവിടെ മതമില്ല, മതാതീതമാണ്. അപ്പോൾ അത് എനിക്ക് കേട്ട് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ജീവിതവും അതിന് സാക്ഷിയായി. എല്ലാ ഗുരുക്കന്മാരുടെ ജീവിതമാണ് പിന്നെ അതിനൊരു സാക്ഷിയായിട്ട് വരുന്നത്. അപ്പോൾ ഞാനിത് കൂടുതൽ പഠിക്കാൻ തുടങ്ങി. 8 വർഷം ഞാൻ അദ്ദേഹത്തിൻ്റെ കീഴിൽ ആത്മാർത്ഥമായി പഠിച്ചിട്ടാണ് പിന്നെ അവസാനം ഞാൻ വീണ്ടും ഈ ക്രിസ്തു മതത്തിൻ്റെ ഒരു സ്വീകാര്യതയിലേക്ക് വരുന്നതും. അപ്പം ഞാൻ കണ്ടത്, ദൈവം നമ്മളെ ഒരു ക്രിസ്ത്യാനി അല്ലെങ്കിൽ ക്രിസ്തു മതം അല്ലെങ്കിൽ ഒരു കുടുംബം, ഒരു സംസ്കാരത്തിലൊക്കെ നമുക്ക് ജന്മം തന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ഡിവൈൻ പർപ്പസ് ഉണ്ട്. ആ പർപ്പസ് നിറവേറ്റണമെങ്കിൽ നമ്മൾ ആ നിൽക്കുന്ന അവിടെ വേര് പിടിക്കണം. അപ്പോൾ ഒരു മതപരിവർത്തനം ചെയ്തു പോയെന്ന് ഒരു മനുഷ്യൻ ഒരിക്കലും ദൈവത്തിൻ്റെ പർപ്പസ് നിറവേറ്റാൻ പറ്റില്ല. അല്ലെങ്കിൽ സംസ്കാരം വിട്ടുപോയി നമ്മളിതെല്ലാം വേറൊരു സ്ഥലത്ത് പോയി, അത് പറ്റില്ല. അപ്പോൾ ഈ നട്ടെടുത്ത് വേര് പിടിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പോൾ അങ്ങനെ ഞാൻ അത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ വേരുകൾ തേടിയ ഒരു അന്വേഷണം നടത്തി. എൻ്റെ കുടുംബ പശ്ചാത്തലം,
എൻ്റെ സംസ്കാര പശ്ചാത്തലം, എൻ്റെ വിശ്വാസ പശ്ചാത്തലം. അപ്പോൾ അങ്ങനെ ഞാനൊരു കോംപ്രിഹെൻസീവ് ഐഡൻറ്റിറ്റി എനിക്ക് തന്നെ ഒന്ന് ഞാൻ എപ്പോഴും പറയുന്ന ഒരു സത്യം ഇന്നിപ്പോൾ ഐ ആം എൻ ഇന്ത്യൻ ബൈ നാഷണാലിറ്റി. ഇപ്പോൾ നിങ്ങളിവിടെ ഒരു നാഷണൽ ഫ്ലാഗ് പോസ്റ്റ് ചെയ്തപ്പോഴുണ്ട്. ഞാനൊരു എയർഫോഴ്സ് ഓഫീസറായിരുന്നു. അതുകൊണ്ട് തന്നെ ഭാരതീയൻ എന്ന രീതി അഭിമാനിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് എല്ലാ ദിവസവും തന്നെ ഇവിടെ നാഷണൽ ഫ്ലാഗ് കാണും ഹോസ്റ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഈവൻ്റൊക്കെ ഉള്ളപ്പോൾ. അപ്പോൾ ഒരു ഭാരതീയൻ എന്നുള്ള ഐഡൻറ്റിറ്റി, എൻ്റെ പാസ്പോർട്ടും ഇന്ത്യൻ പാസ്പോർട്ടാണ്. അപ്പോൾ എൻ്റെ പ്രൈമറി ഐഡൻറ്റിറ്റി ഈസ് ആസ് എൻ ഇന്ത്യൻ. പിന്നെ എൻ്റെ ഫെയ്ത്ത്, ആ ഫെയ്ത്തിൽ ഐ ആം എ ഡിസൈപ്പിൾ ഓഫ് ക്രൈസ്റ്റ് ബൈ ഫെയ്ത്ത്. ക്രിസ്തു കാണിച്ചു തന്നൊരു മാർഗമുണ്ട്. ഞാനാണ് വഴിയും സത്യവും ജീവനും എന്ന് പറഞ്ഞപ്പോൾ അതെന്താണെന്ന് ഞാൻ അതിനെപ്പറ്റി ഒത്തിരി ഗവേഷണം നടത്തി, പഠിച്ചു, അനുഭവിച്ചു. അപ്പോൾ ഞാൻ കണ്ടു ഈ വഴി കാണിച്ചു തന്നത് സ്നേഹത്തിൻ്റെ വഴിയാണ്. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുക. സ്നേഹത്തിന് വേണ്ടി ജീവൻ കൊടുക്കുന്നതിൽ വലിയൊരു സ്നേഹമില്ല. അപ്പോൾ ഇതാണ് വഴി, സ്നേഹത്തിൻ്റെ വഴി. അല്ലാതെ വേറൊരു വഴിയില്ല, ആരും കാണിച്ചു തന്നിട്ടില്ല. സ്നേഹമാണ് അഖിലസാരമൂഴിയിൽ, സ്നേഹത്തിൽ നിന്ന് ഉദിക്കുന്ന ലോകം സ്നേഹത്താൽ മുക്തി നേടുന്നു, ദൈവം സ്നേഹമാണ്. ഇതൊക്കെ എല്ലാവരും പറഞ്ഞു വെച്ചിട്ടുള്ളതാണ്, ഒന്നും പുതിയതല്ല. ഇതിപ്പോ യേശുക്രിസ്തുവിനെ സംബന്ധിച്ച് നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം എന്ന് പറയുന്നൊരു പുതിയ കണ്ടുപിടുത്തമല്ല. പക്ഷെ ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ ഒരു മാതൃക കാണിച്ചു തന്നു. അവിടെയാണ് യേശുവിൻ്റെ പ്രസക്തി വരുന്നത്. പറഞ്ഞ ഓരോ വാക്കുകളും സ്വന്തം ജീവിതത്തിൽ പ്രായോഗികമാക്കി. ശത്രുവിനെ സ്നേഹിക്കുക, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ദിവ്യഗുരു കുരിശിൽ മരിക്കുമ്പോൾ അവിടെ പ്രാർത്ഥിച്ചു, പിതാവേ ഇവരോട് ക്ഷമിക്കണമേ, ഇവർ ചെയ്യുന്നത് എന്താണെന്ന് നിങ്ങൾ അറിയുന്നില്ല. അപ്പോൾ പറഞ്ഞ ഓരോ വാക്കും സ്വന്തം ജീവിതത്തിൽ പ്രായോഗികമാക്കി കാണിച്ചു തന്ന ഒരു ഗുരു, അതാണ് സദ്ഗുരു എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ യേശുക്രിസ്തുവിനെ കണ്ടെത്തുന്നതും സദ്ഗുരുവായി സ്വീകരിക്കുന്നതും ഈ ഫാദർ ബീൽ ഗ്രിഫിത്സിലൂടെയാണ്. അപ്പോൾ അതിനുശേഷം ഞാൻ കാത്തലിക് ഫെയ്ത്ത്, ഞാൻ ജനിച്ചു വളർന്ന സീറോ മലബാർ ട്രഡീഷനിൽ വീണ്ടും ഒരു മാമോദിസ സ്വീകരിച്ചു. അങ്ങനെ ഒരു ട്രഡീഷൻ ഇല്ല. പക്ഷേ ആർച്ച് ബിഷപ്പ് അരുളപ്പ, ഹൈദരാബാദിലെ ആർച്ച് ബിഷപ്പ് എൻ്റെ ഒരു വലിയ സ്നേഹിതനായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനോട് ഞാൻ ഇത് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതിനെന്താ കുഴപ്പമില്ലല്ലോ, നമുക്ക് ഓർഗനൈസ് ചെയ്യാം. അപ്പോൾ ഈ കാത്തലിക് ചർച്ചിൽ തന്നെ ഈ ബാപ്റ്റിസം ഓഫ് ദ സ്പിരിറ്റ് എന്നൊക്കെ പറഞ്ഞ് പല തരത്തിലുണ്ട്. അപ്പോൾ അങ്ങനെ അദ്ദേഹം ഒരു സംഘടിപ്പിച്ചു. ഞാൻ വീണ്ടും ഈ എൻ്റെ ഗുരു തന്ന പേര് ജോൺ സച്ചിദാനന്ദ് എന്നുള്ള ആ പേരോടുകൂടി സെക്കൻഡ് ബാപ്റ്റിസം സ്വീകരിക്കുകയാണ്. അപ്പോൾ ഒരു ഒഫീഷ്യലായിട്ട് ഞാൻ ജോൺ സച്ചിദാനന്ദ് ആകുകയാണ്. അത് എയർഫോഴ്സ് റെക്കോർഡിലും വന്ന് ഗവൺമെൻറ് ഗസറ്റിലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. എൻ്റെ ഇപ്പോഴത്തെ ഐഡൻറ്റി കാർഡ് അല്ലെങ്കിൽ ആധാർ കാർഡ് നോക്കിയാലും ആചാര്യ ജോൺ സച്ചിദാനന്ദ് എന്ന പേര് കിടക്കും, ഇന്നത്തെ ആ പേര്. അപ്പോൾ അങ്ങനെ ഇത് രണ്ടാമത്തെ ഗുരുവിൻ്റെ ഇതിലാണ് ഞാൻ പിന്നെ 8 വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹം എനിക്ക് ആചാര്യ ദീക്ഷ തരുന്നത്. ആചാര്യ ദീക്ഷ എന്ന് പറയുമ്പോൾ പഠിപ്പിക്കുന്നത് പ്രായോഗികമായി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ആചാര്യൻ എന്ന് പറയുന്നത്. ആചരിക്കുന്നവനാണ് ആചാര്യൻ. അപ്പോൾ എൻ്റെ ജീവിതം അങ്ങനെ ഒരു ആചരിക്കുന്ന അവസ്ഥയിലേക്ക് വന്നു എന്ന് അദ്ദേഹത്തിന് ബോധ്യമായി കഴിഞ്ഞപ്പോൾ ആചാര്യ ദീക്ഷ തന്നു. ഞാൻ ആചാര്യ ജോൺ സച്ചിദാനന്ദായി. സ്ക്വാഡ്രൺ ലീഡർ NV ജോണിൽ നിന്ന് ജോൺ സച്ചിദാനന്ദ് ആകുന്നു, പിന്നെ ആചാര്യ ജോൺ സച്ചിദാനന്ദ്. അത് ജാനുവരി 18, 1990 ആചാര്യ ദീക്ഷ. അന്നാണ് വാസ്തവത്തിൽ എൻ്റെ ജീവിത ദൗത്യം തുടങ്ങുന്നത്. പിന്നെ ഈ ദൗത്യത്തിന് വേണ്ടി ഉള്ള ഒരു യജ്ഞമായിരുന്നു. അപ്പോൾ ഗുരു തന്നെ പറഞ്ഞു, നിന്റെ ദൗത്യം നീ തന്നെ കണ്ടുപിടിക്കണം. ഞാൻ ചെയ്തത് എൻ്റെ ഒരു ദൗത്യത്തിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പം അതിൽ നിന്ന് ഉൾക്കൊള്ളാൻ പറ്റുന്നതെല്ലാം നിൻ്റേതാക്കുക. പക്ഷേ ഒരു റിപ്പിറ്റേറ്റീവ് ലോയൽറ്റി അല്ല നമുക്കിന്ന് ആവശ്യം, ഒരു ക്രിയേറ്റീവ് ഫിഡലിറ്റിയാണ്. അതായത് സത്യത്തെ നമ്മുടേതാക്കിക്കൊണ്ട് നമ്മുടേതായിട്ടുള്ളൊരു പ്രകാശനം കൊടുക്കണം. അപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥമാകും. അല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, ഗുരു പറഞ്ഞത് ഇത് തന്നെയാണ്, അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ വേദോത്സവം പറയുന്നത് ഇത് തന്നെയാണ്, അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. അതിന് റിപ്പിറ്റേറ്റീവ് ലോയൽറ്റി എന്ന് പറയും. ഈ തത്ത പറയുന്ന പോലെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഇവിടെ ഒരു ആത്മാവിൻ്റെ ഒരു ക്രിയേറ്റിവിറ്റി വരുന്നില്ല. അപ്പോൾ എൻ്റെ ഗുരു പറഞ്ഞു, എന്നെ കോട്ട് ചെയ്യരുത്, നീ മറ്റൊന്നിനെയും കോട്ട് ചെയ്യാൻ പോകരുത്. നിൻ്റേതായിട്ട് നീ മനസ്സിലായ സത്യം മാത്രമേ നീ പറയാവുള്ളൂ, അത് നീ ജീവിച്ച് കാണിച്ചു കൊടുക്കും. അതല്ലെങ്കിൽ നിൻ്റെ ആചാര്യ ദീക്ഷയൊന്നും വലിയ അർത്ഥമില്ല. അപ്പോൾ ഇതൊരു ഇച്ചിരി ബുദ്ധിമുട്ട് ഉള്ള കാര്യമാണ്. നമ്മൾ സത്യം ജീവിക്കാൻ തുടങ്ങുമ്പോൾ അത് ഇന്നത്തെ ലോകത്തിന് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ പിന്നെ നമ്മളൊരു ഒറ്റപ്പെട്ട അവസ്ഥയിൽ വരും, എതിർക്കപ്പെടുന്ന അവസ്ഥയുണ്ടാകും. അങ്ങനെയൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങൾ ഞാൻ കടന്നു പോയിട്ടുണ്ട്.
അപ്പോൾ അത് രണ്ടാമത്തെ ഗുരുവിൻ്റെ ഉൾക്കൊണ്ട ഒന്നാണ് ഗുരുവിൽ നിന്ന്. മൂന്നാമതാണ് സ്വാമി രംഗനാഥാനന്ദജി വരുന്നത്. അപ്പോൾ ഞാനൊരു ഭാരതീയനാണ്. ഐ ആം എൻ ഇന്ത്യൻ ബൈ നാഷണാലിറ്റി, ക്രിസ്ത്യൻ ബൈ ഫെയ്ത്ത്, ഹിന്ദു ബൈ കൾച്ചർ. അപ്പോൾ ഈ ഹിന്ദുസ്ഥാൻ അല്ലെങ്കിൽ ഈ ഭാരതഭൂമിയിൽ ജീവിക്കുന്നവർക്കെല്ലാം ഒരു കൾച്ചറുണ്ട്. അതിന് നമ്മൾ സനാതനധർമ്മം എന്ന് പറഞ്ഞാലും ഹിന്ദുയിസം എന്ന് പറഞ്ഞാലും എല്ലാം ആ കൾച്ചർ വളരെ ഒരു പ്രോമിനൻ്റ് ഇതാണ് നമ്മളെ സംബന്ധിച്ച്. അപ്പോൾ ഇവിടെയാണ് വലിയ വലിയ ചിന്തകളൊക്കെ എമർജ് ചെയ്തിട്ടുള്ളത്. ഏകം സത് വിപ്രഹ ബഹുധാ വദന്തി വസുദൈവ കുടുംബകം ഈശാവാസ്യം ഇതം സർവം. ഇതൊക്കെ ഈ ഉൾക്കാഴ്ചകൾ കിട്ടിയ ഒരേ ഒരു പുണ്യഭൂമി ഇതാണ്. ഇത് ഇന്നും പാശ്ചാത്യ ലോകത്തിന് അല്ലെങ്കിൽ ശാസ്ത്രീയ ലോകത്തിൽ തന്നെ ഇതിങ്ങനെയൊന്നും കടന്നു വന്നിട്ടില്ല. ഇപ്പോൾ ക്വാണ്ടം ഫിസിക്സും അതൊക്കെ വന്നതിന് ശേഷമാണ് നമ്മൾ ഈ മാറ്റർ ആൻഡ് എനർജി ഈസ് വൺ ആൻഡ് സെയിം, ഇൻ്റർചേഞ്ചബിൾ എന്നൊക്കെ പറയുന്നു. അതുപോലെ ദ ഹോൾ ക്രിയേഷൻ ഇസ് ഇൻ്റർഡിപ്പെൻഡൻറ്റ് ഓർഗാനിക് ഹോൾ, ദ ഫോം ഓഫ് എ നെറ്റ്വർക്ക് ഓഫ് റിലേഷൻഷിപ്പ്. പ്രജോത് കാപ്ര എന്നൊക്കെ പറഞ്ഞൊരു പുസ്തകമൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ, താവോ ഫിസിക്സ് ഒക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന ഇപ്പോൾ പാശ്ചാത്യ ശാസ്ത്രം കണ്ടുപിടിച്ച് വരുന്നു. പക്ഷെ ഇത് നമ്മളുടെ സംസ്കാരത്തിൽ നമ്മുടെ ഋഷിമുനിമാർക്ക് ഈ ഉൾക്കാഴ്ചകൾ നൂറ്റാണ്ടുകൾ മുമ്പേ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു പുണ്യഭൂമിയാണ് ഈ മണ്ണ്. അപ്പോൾ ഒരു ഭാരതീയനായി ജനിക്കുക എന്നുള്ളത് വലിയ ദൈവാനുഗ്രഹമായിട്ട് ഞാൻ കാണും. അപ്പോൾ ഞാനെപ്പോഴും ദൈവത്തിന് നന്ദി പറയും. ദൈവമേ, ഈ മണ്ണിൽ ജന്മം തന്ന എനിക്ക് അതിന് അങ്ങേക്ക് സ്തോത്രം കരയിട്ടു. അപ്പോൾ ഈ സംസ്കാര പാരമ്പര്യത്തിലേക്ക് ഞാൻ കടന്നു വന്നത് കൂടുതലും സ്വാമി രംഗനാഥൻജിയിലൂടെയാണ്. ദി എറ്റേണൽ വാല്യൂസ് ഫോർ എ ചേഞ്ചിങ് സൊസൈറ്റി എന്നുള്ള അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ, ഉപനിഷത്തുകൾ, ഗീത ജ്ഞാനം. അപ്പോൾ ഇങ്ങനെയുള്ള നമ്മുടെ പ്രസ്ഥാനത്രയം മൂന്നാണല്ലോ, ഗീത, ഉപനിഷത്ത്, ബ്രഹ്മസൂത്ര. അപ്പോൾ അതൊക്കെ പഠിക്കാനുള്ള ഒരു സന്ദർഭം ഇദ്ദേഹത്തിൻ്റെ കൂടെ. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് എനിക്ക് സന്യാസത്തിലേക്ക് വരാനുള്ളൊരു ആകർഷണം തോന്നുന്നത്. ആചാര്യനായിരുന്നു ഞാൻ, സന്യാസിയാണ്. പൂർവ്വ സർവസംഘ പരിത്യാഗിയായിട്ട് ബ്രഹ്മനിൽ മാത്രം ലയിച്ച് ജീവിക്കാന്നൊക്കെ വലിയൊരു സ്വപ്നമായിരുന്നല്ലോ. അതൊരു ക്രിസ്ത്യൻ ഡിസൈപ്പിളായി ഞാൻ മാറി, ഒരു ഭാരതീയനായി. അപ്പോൾ ഒരു ഇന്ത്യൻ ക്രിസ്ത്യൻ സന്യാസ അത് പോസിബിൾ ആണോ? അപ്പോൾ എൻ്റെ ഗുരു പറഞ്ഞു, എന്തുകൊണ്ടായിക്കൂടാ, സന്യാസത്തിന് ഇൻഫിനിറ്റ് ഇതല്ലേ കിടക്കുന്നത്. യു ആർ ബീങ് ലെഡ് ബൈ ദ സ്പിരിറ്റ് ആൻഡ് സ്പിരിറ്റ് ഗോട്ട് നോ ലിമിറ്റ്സ്, സോ സ്റ്റാർട്ട് യുവർ ഓൺ. അങ്ങനെയാണ് ഞാൻ ഭാരതീയ സന്യാസ പരമ്പര തുടങ്ങിയത്. ഭാരതി എന്ന് പറയുമ്പോൾ ഭാരധിയാണ്, സാരഥിയുടെ ധിയാണ്. അതൊരു ചെറിയ മോഡിഫിക്കേഷനാണ് എൻ്റെ തന്നെയായിട്ടുള്ള. അപ്പോൾ ഭാ എന്ന് വെച്ചാൽ സംസ്കൃതത്തിൽ പ്രകാശം എന്ന അതിൻ്റെ അർത്ഥം. രഥി, രഥം ഓടിക്കുന്നവൻ. അപ്പോൾ പ്രകാശത്തിൻ്റെ രഥം ഓടിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ ശക്തി എന്നാണ് ഭാരതീയുടെ അർത്ഥം. അപ്പോൾ ആ വ്യക്തിയായിട്ട് ഞാൻ യേശുക്രിസ്തുവിനെയും ശക്തിയായിട്ട് ഭാരതാംബയാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഈ ഭാരതീയ സന്യാസ പരമ്പരയിൽ ക്രിസ്ത്യൻ ആൻഡ് ഹിന്ദു അല്ലെങ്കിൽ ഭാരതത്തിൻ്റേതായിട്ടുള്ള ആ ഇതും അതുപോലെ യേശുക്രിസ്തുവിൻ്റെ ആത്മാവിൻ്റെ ഒരു സമന്വയമാണ് ഈ ഭാരതീയ സന്യാസ പരമ്പരയിൽ വരുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ സച്ചിദാനന്ദ ഭാരതി. അതിൻ്റെ ഇടയ്ക്ക് സ്വാമി രംഗനാഥൻജിയിൽ നിന്നും എൻ്റെ ഗുരുവിൽ നിന്നും ഞാൻ കാവ്യവസ്ത്രം സ്വീകരിച്ചു. സന്യാസ ദീക്ഷ അല്ല കേട്ടോ, ഇത് പണ്ട് ഒരു തെറ്റുപറ്റി ഇന്ത്യൻ എക്സ്പ്രസ്സിൽ എൻ്റെ ഇൻ്റർവ്യൂവിനൊക്കെ വന്നതാണ്. കാരണം രാമകൃഷ്ണ മിഷനിൽ നിന്ന് രാമകൃഷ്ണൻ ആ പരമ്പരയിൽ വരുന്ന ബ്രഹ്മചാരികൾക്ക് മാത്രമേ സന്യാസ ദീക്ഷ കൊടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ എനിക്കെൻ്റെ ഗുരു തന്നത് കാവ്യ ദീക്ഷയാണ്. എനിക്ക് 2 കാവ്യവസ്ത്രം വേണമായിരുന്നു. അപ്പോൾ വേലൂർ മഠത്തിൽ വെച്ചിട്ട് നവംബർ 25 എൻ്റെ 2001 നവംബർ 25 എൻ്റെ ബർത്ത്ഡേ ആണ്. അന്ന് വേലൂർ മഠത്തിൽ വെച്ചിട്ട് സ്വാമിജി എനിക്ക് 2 സെറ്റ് ഡ്രസ്സ് തന്നു. ഒരു പുതിയതും ഒരു പഴയതും. പഴയത് അദ്ദേഹത്തിൻ്റെ തന്നെ പഴയ ഡ്രസ്സാണ്. സാധാരണ അങ്ങനെയാണല്ലോ ഗുരുക്കന്മാരുടെ ദീക്ഷയിലേക്ക് ഹാൻഡിങ് ഓവർ വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഗിഫ്റ്റ് കിട്ടി. അന്ന് മുതൽ ഞാൻ തലമുണ്ടനം ചെയ്ത് അദ്ദേഹത്തെ പോലെ തന്നെ ഈ കാവ്യവസ്ത്രം ഉപയോഗിച്ചു. അപ്പോൾ സ്വാമി സച്ചിദാനന്ദ, ഇപ്പോൾ ജോൺ സച്ചിദാനന്ദൻ എന്നുള്ളത് ആചാര്യ ജോൺ സച്ചിദാനന്ദൻ മാറിയിട്ട് ഞാൻ സ്വാമി സച്ചിദാനന്ദൻ. അപ്പോൾ പേര് മാറുന്നില്ല കേട്ടോ, അതിൻ്റെ മോഡിഫിക്കേഷനാണ് വരുന്നത്. അപ്പോൾ ഇത് വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ എവിടെ പോയാലും സന്യാസിമാരുടെ സംഗമത്തിൽ നിങ്ങൾ സ്വാമി രംഗനാഥൻജിയുടെ ശിഷ്യനെന്ന് പറയുമ്പോൾ വലിയ റെസ്പെക്റ്റ് കിട്ടും എല്ലായിടത്തും. പക്ഷെ ചിലർ വന്ന് ചോദിക്കും, ഈ സീറ്റിങ്ങിൽ അറേഞ്ച്മെൻറ്റ് വരുമ്പോൾ അവർക്ക് ഈ ഏത് പരമ്പരയാണെന്ന് ചോദിക്കും. അപ്പോൾ എനിക്ക് പരമ്പരയൊന്നുമില്ലല്ലോ. ഞാൻ പറയില്ല, എനിക്ക് പരമ്പരയൊന്നുമില്ല. അതെങ്ങനെ സാധിക്കുക? ആരാണ് ദീക്ഷ തന്നത്? സ്വാമി രംഗനാഥൻജിയാണ്. അത് സാധ്യമല്ല, പരമ്പരയില്ലാതെ പറ്റുമോ? ഞാൻ പോയി ഗുരുവോട് പറഞ്ഞു, ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടല്ലോ ഗുരു, എവിടെ ചെന്നാലും
ഈ പരമ്പര ചോദിക്കുന്നു. എനിക്ക് പരമ്പരയില്ലല്ലോ. ഒരു നിനക്കൊരു പരമ്പര ആർക്കും പറ്റില്ല. കാരണം നിന്നെപ്പോലെ ഒരു വ്യക്തി വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. ഇനി നീ തന്നെ ഒരു പരമ്പര ഉണ്ടാക്കുക. അങ്ങനെയാണ് ഞാൻ ഈ പരമ്പരയെ പറ്റി പഠിക്കുന്നതും. ശങ്കരാചാര്യൻ്റെ ദശനാമി പരമ്പരയുണ്ട്. അതിൽ ഒരേ ഒരു വ്യക്തിക്ക് മാത്രമേ ദീക്ഷ കൊടുത്തിട്ടുള്ളൂ. ഒരു ഭാരതി എന്ന് പറഞ്ഞൊരു സ്ത്രീക്കാണ്, ബനാറസിൽ. മുണ്ടൻ മിശ്രയുടെ വൈഫായിരുന്നു. അതൊക്കെ കഥ അറിയാമല്ലോ. ജ്ഞാനപീഠം കയറുന്നതിന് മുമ്പ് തർക്കം. ഈ അപ്പം മണ്ഡൻ മിശ്രയായിട്ടാണ് അദ്ദേഹത്തെ ഭാരതത്തിലെ ഏറ്റവും ജ്ഞാനിയായിരുന്ന വ്യക്തിയാണ് മണ്ഡൻ മിശ്ര. അപ്പോൾ ശങ്കരാചാര്യൻ മണ്ഡൻ മിശ്രയുമായി തർക്കത്തിൽ തോൽപ്പിക്കാതെ ജ്ഞാനപീഠം കയറാൻ പറ്റില്ല. ബനാറസിൽ വെച്ചാണ് നടത്തുന്നത്. അപ്പോൾ ഈ തർക്കത്തിനൊരു റഫറി വേണ്ടേ. അപ്പോൾ അതിനാരും ഈ രണ്ടും ഭയങ്കര. അപ്പോൾ ഒരേ ഒരു വ്യക്തി മാത്രമേ ഇതിന് അർഹിക്കുന്ന ഇതുള്ളൂ. അത് ഈ മണ്ഡൻ മിശ്രയുടെ ഭാര്യയായിരുന്ന ഭാരതിയാണ്. അപ്പോൾ ഭാരതിയുടെ ആ ഒരു ഇതിലാണ് ഇവരുടെ തർക്കം നടക്കുന്നതും. അവിടെ അവസാനം ശങ്കരാചാര്യൻ മണ്ഡൻ മിശ്രയെ തോൽപ്പിക്കുകയാണ്. അപ്പം ജ്ഞാനപീഠം കയറാനുള്ള എല്ലാ ഒബ്സ്റ്റക്കിൾസും ക്ലിയറായി. പക്ഷെ ഭാരതി പറഞ്ഞു, നിൽക്ക്, ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു. സ്വീകരിക്കാൻ പറ്റില്ലല്ലോ. ഫ്രീ ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, സ്വീകരിക്കേണ്ടി വന്നു. അപ്പോൾ ദിവസങ്ങൾ, ആഴ്ചകൾ ഇവരുടെ തർക്കം നടക്കുകയാണ്. അവസാനം ഭാരതി കൊണ്ടുവന്ന് കാമസൂത്രത്തിലേക്ക് ഇവള് വന്നു. ശങ്കരാചാര്യനൊരു ചുക്കും അറിയില്ല. അവിടെ ബ്രഹ്മചാരിയല്ലയോ. അപ്പോൾ അവിടെ തോക്കുന്നുള്ള വന്നു കഴിഞ്ഞപ്പോൾ ശങ്കരാചാര്യൻ ഒരു സുല്ലടിക്കുക, നമ്മൾ സുല്ലടിക്കുക അല്ലെങ്കിൽ ഇൻ്റർവെൽ എന്ന് പറയുന്ന പോലെ ചോദിച്ചു ഒരു മാസത്തേക്ക്. അപ്പോൾ അത് കൊടുക്കാതിരിക്കാനും പറ്റില്ല. കളിയിലാണെങ്കിലും ഇൻ്റർവെല്ലൊക്കെ ഉണ്ടല്ലോ, അത് കൊടുത്തു. എന്നിട്ട് ഇദ്ദേഹം പോയി ഒരു പരകായ പ്രവേശം നടത്തി എന്നാണ് പറയുന്നത്. ഒരു നവാബ്, വൃദ്ധനായ നവാബിന് 100-300 ഭാര്യമാരുണ്ടായിരുന്നു, ഹരം. അപ്പോൾ ഇയാൾ പോയി ഈ നവാബിൻ്റെ ശരീരത്തിൽ കടന്നുകൂടി, പരകായ പ്രവേശം. എന്നിട്ട് ഒരു മാസത്തേക്കുള്ള എല്ലാ ബേഗം സാഹിബാമാരുമായിട്ടുള്ള ബന്ധങ്ങളിൽ നിന്ന് എല്ലാ കാമസൂത്രത്തിൻ്റെ എല്ലാ കാര്യങ്ങളും പഠിച്ചു തിരിച്ചു വരികയാണ്. ഭാരതിയുമായിട്ട് വീണ്ടും തർക്കത്തിൽ വരുന്നു, ഭാരതിയെ തോൽപ്പിക്കുകയാണ്. അങ്ങനെയാണ് ജ്ഞാനപീഠം കയറുന്നത്. ഇത് കഥയൊക്കെയാണ്, ഇതൊന്നും അറിയില്ല. പക്ഷേ എന്നാലും ഞാനതിന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കണ്ടത് ഈ ഭാരതിക്ക് ശങ്കരാചാര്യൻ ദീക്ഷ കൊടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു വിവാഹിതയായ സ്ത്രീ മാത്രമേ ഇതിൽ വന്നിട്ടുള്ളൂ. അല്ലെങ്കിൽ എല്ലാവരും ബ്രഹ്മചാരികളാണ്. അപ്പം ഞാൻ ഇതൊന്ന് മോഡിഫൈ ചെയ്തിട്ടാണ് ഭാരതി കൊണ്ടുവരുന്നത്. അങ്ങനെ ഞാൻ സ്വാമി സച്ചിദാനന്ദ ഭാരതി ആയി. അപ്പോൾ അവിടം വരെ ക്ലിയർ ആണല്ലോ. അപ്പോൾ ഞാൻ കൂടുതലും ശാസ്ത്രീയമായി ചിന്തിക്കുന്നൊരു വ്യക്തിയാണ്. ഈ സന്യാസം എന്നുള്ളത് ഒരു കൗണ്ടർ കൾച്ചറാണ്. ഇന്നത്തെ ഉപഭോഗ സംസ്കാരത്തിനും ഭൗതികവാദത്തിനും ഒരു പ്രതിസംസ്കാരമായിട്ടാണ് സന്യാസം വരുന്നത്. അപ്പോൾ ശാസ്ത്രത്തിൽ നമ്മൾ പറയുന്നത് എപ്പോഴും ഒരു ഹൈപ്പോത്തിസിസ്, തിസിസ്, ആൻറ്റിതിസിസ്, സിന്തസിസ്, 4 സ്റ്റേജാണ് ശാസ്ത്രത്തിനുള്ളത്. അപ്പോൾ ഇതൊരു ആൻറ്റിതിസിസ് ആണ്. അപ്പോൾ ഇത് ഫൈനലായിട്ട് വരാൻ പറ്റില്ല ഈ സന്യാസം. ആ സിന്തസിസിൽ വരണം. അവിടെയുള്ള എൻ്റെ പഠനത്തിലാണ് ഞാൻ കണ്ടത് അങ്ങനെ ഒരു പരമ്പര നമുക്ക് കിടപ്പുണ്ട്. പണ്ടൊക്കെ പരമഹംസ എന്ന് പറയുമായിരുന്നു. പക്ഷെ അതൊരു അതിവർണ ആശ്രമമാണ്. അപ്പോൾ ഞാനിത് കണ്ടു കഴിഞ്ഞപ്പോൾ അതിനെപ്പറ്റി കുറച്ച്, അപ്പോൾ ആ പരമഹംസ അല്ലെങ്കിൽ ഈ അതിവർണ ആശ്രമത്തിൽ നമ്മളുടെ ഇൻ്റഗ്രേഷനാണ്. പിന്നെ നമ്മുടെ ഒരു റിനൗൺസിയേഷൻ അല്ല, നമ്മളെല്ലാം ഇൻ്റഗ്രേറ്റ് ചെയ്യാണ്. അത് പിന്നെ നമ്മുടെ ഒരു ലെഗസി ആയിട്ട് വിട്ടിട്ട് പോവുകയാണ്. അപ്പോൾ അത് വന്നു കഴിയുമ്പോൾ എനിക്ക് വളരെ എക്സൈറ്റിംഗ് ആയിട്ട് തോന്നി. അപ്പോൾ ഞാൻ അതിലേക്കൊന്ന് കടക്കാമെന്ന് വിചാരിച്ചു. 75 വയസ്സ് തികഞ്ഞപ്പോൾ ഞാൻ ഈ അതിവർണ ആശ്രമത്തിലേക്ക് നടക്കുകയാണ്. ആചാര്യശ്രീ സച്ചിദാനന്ദ ഭാരതി, പേര് അത് തന്നെയാണ്, ഈ ലെവലെ മാറ്റുന്നത്. അപ്പോൾ ആചാര്യശ്രീ എന്ന് പറയുമ്പോൾ ആചാര്യനാണ്. ആചാര്യൽ ഇച്ചിരി ശ്രീത്വം എന്ന് പറയുമ്പോൾ ഒരു ഐശ്വര്യം, അല്ലെങ്കിൽ കുറച്ചുകൂടെ ആഴപ്പെട്ട ഒരു അവസ്ഥയ്ക്കാണ് ശ്രീ എന്ന് പറയുക. അപ്പോൾ ആചാര്യനാണ്. അതിൽ ഒരു കുറച്ചുകൂടെ ആഴപ്പെട്ട ഒരു അനുഭവമുണ്ട്. അതുകൊണ്ട് ആചാര്യശ്രീ എന്നുള്ളൊരു ഇതും. ഒരുപക്ഷെ അങ്ങനെയൊന്നും കൂടുതൽ ആളുകളില്ല. നമ്മളിങ്ങനെ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ ഡെവലപ്പ് ചെയ്ത് വരുന്നതാണ്. അപ്പോൾ ഈ ഫൈനൽ സ്റ്റേജിൽ, അതിവർണ സ്റ്റേജിൽ കാവി ഡ്രസ്സല്ല, വെള്ളയാണ്. ഈ വെള്ള സമഗ്രതയുടെ എല്ലാ കളറും കൂടെ കൂടുന്നതാണല്ലോ വെള്ള. 7 കളറാണല്ലോ ഉള്ളത്. 7 കൂടെ കൂടുമ്പോഴാണല്ലോ വെള്ള വരുന്നത്.
അപ്പോൾ ഇവിടെ നമ്മൾ എല്ലാ ലെവലുമുള്ള നമ്മുടെ അനുഭവങ്ങൾ, ജീവിതത്തിൻ്റെ അനുഭവങ്ങളെല്ലാം ഒരൊറ്റ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കൊണ്ടുവരികയാണ്. അതാണ് പിന്നെ നമ്മൾ ലോകത്തിന് കൊടുത്ത് കടന്നു പോകും. അത് നമ്മുടെ ലെഗസി ആയിട്ട് പോകും. അപ്പോൾ ഞാൻ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഇത് വളരെ ഒരു എക്സൈറ്റിങ് ഇതായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഇതിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഞാനിപ്പോൾ ഒത്തിരി പുസ്തകങ്ങൾ എഴുതി പറഞ്ഞിട്ടില്ലേ, ഈ പുസ്തകങ്ങളെല്ലാം ഒന്ന് സമഗ്രമായിട്ട് കൊണ്ടുവരാൻ. അപ്പോൾ ഈ അതിവർണ ആശ്രമത്തിലേക്ക് കടന്നതിൻ്റെ ആദ്യത്തെ പുസ്തകമാണ് ദ ഇന്ത്യൻ ഫേസ് ഓഫ് ദ ക്രിസ്ത്യൻ ഫെയ്ത്ത്. അപ്പോൾ എൻ്റെ ക്രിസ്തീയ അനുഭവങ്ങളും ഭാരതീയ അനുഭവങ്ങളെല്ലാം കൂടി സമന്വയിപ്പിച്ചുള്ള മാസ്റ്റർ പീസാണ്. നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ ഇന്ത്യൻ ഫേസ് ഓഫ് ക്രിസ്ത്യൻ ഫെയ്ത്തിൻ്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ, അതാണ് ദ കിങ്ഡം ഓഫ് ഗോഡ് ഇൻ ഇന്ത്യ. നമ്മൾ ഭാരതത്തിലാണ്. അതാണ് ഈ ഭാരതീയ ധർമ്മരാജ്യം എന്നുള്ള പേരിൽ നമ്മൾ ഇന്ന് പ്രൊമോട്ട് ചെയ്യുന്നത്. ഇപ്പോൾ അതിൻ്റെ ഇപ്പോൾ ഈ ധർമ്മരാജ്യ വേദി തന്നെ ഈ ഭാരതീയ ധർമ്മരാജ്യം സൃഷ്ടിക്കാനുള്ള ഒരു വേദിയാണ്. അത് ഇത് ഉൾക്കൊള്ളുന്നവരാണ്. അപ്പോൾ അതിന് പുസ്തകങ്ങളും മാനുവൽസൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു തീർത്ഥയാത്രയുടെ ഫലമായിട്ടാണ് അവസാനം ആചാര്യ ശ്രീ സച്ചിദാനന്ദ ഭാരതി എന്ന അവസ്ഥയിൽ വന്നിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 78 വയസ്സായി. കുറച്ചുകൂടെ അവസാനത്തെ ഒരു സ്റ്റേജാണ്. എല്ലാം കൂടെ ഒന്ന് സമ്മപ്പ് ചെയ്യണം. ഈ മാരത്തോൺ റേസിന് നമ്മൾ പോകുമ്പോൾ നീണ്ട ഓട്ടമാണ്. പക്ഷെ അവസാനത്തെ ആ 1-2 കിലോമീറ്ററിലാണ് നമ്മൾ ജീവൻ വെച്ച് പിടിക്കുക. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഞാനിപ്പോൾ. അതുകൊണ്ട് പലരും ചോദിക്കും, സ്വാമി ഇതെങ്ങനെയാണ് ഈ ഭയങ്കര എനർജിയും ഇതൊക്കെ വന്നിപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു, ഇതാണ് ഈ മാരത്തോൺ റേസിൻ്റെ അവസാന സ്റ്റേജിൽ വരുമ്പോൾ നമുക്ക് എനർജി കൂടും. കാരണം നമുക്കറിയാം തീർക്കാൻ പോകും. അപ്പോൾ എങ്ങനെയെങ്കിലും അതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ആ ഒരു അവസ്ഥയിലാണ് ഞാനിപ്പോൾ. അപ്പോൾ ഇപ്പോൾ ഞാൻ കേരളം ഒരു നല്ല വിളഭൂമിയാണ് ഇങ്ങനെയുള്ളൊരു പരീക്ഷണത്തിൻ്റെ. കാരണം ഞാൻ ഈ കടന്നു വന്ന സ്റ്റേജുകളുടെ എല്ലാം ഇത് ഭാഗം ഇവിടെ കാണാൻ പറ്റും. കാരണം ഏറ്റവും കൂടുതൽ സന്യാസിമാരെ ഭാരതത്തിന് സമ്മാനിച്ചിട്ടുള്ള ഈ മണ്ണാണ്. അതുപോലെ ഏറ്റവും കൂടുതൽ വൈദികരും ക്രിസ്ത്യൻ മിഷണറീസും പോകുന്ന ഈ മണ്ണിൽ നിന്നാണ്. ഏറ്റവും കൂടുതൽ നേഴ്സുമാർ ലോകത്തിൽ പോകുന്ന ഈ മണ്ണിൽ നിന്നാണ്. എന്തൊക്കെ പറഞ്ഞാലും ഇതൊരു പുണ്യഭൂമിയാണ്, ദൈവത്തിൻ്റെ സ്വന്തം നാട് തന്നെയാണ്. ഇവിടെ നമ്മൾ ഈ കമ്മ്യൂണിസം വന്ന് കയറി നമ്മുടെ മനസ്സിന് ഭ്രമം ഉണ്ടാക്കി. അപ്പോൾ അത് നമ്മളെ വഴിതെറ്റിക്കുകയാണ്. അപ്പോൾ ഈ ഒരു കമ്മ്യൂണിസം എന്നുള്ള മനസ്സിൻ്റെ ഒരു അർബുദം, ക്യാൻസറായിട്ട് ഞാൻ ഇന്ന് കാണുന്നത്. കാരണം അതിനൊരു സ്റ്റേജിൽ കുറച്ചൊക്കെ ഗുണമുണ്ടായിരുന്നു. തൊട്ടുകൂടാൻ തീണ്ടിക്കൂടാന്നൊക്കെ ഉള്ള ആ അവസ്ഥയിൽ ഒരു വിപ്ലവാത്മകമായ ചിന്തയ്ക്കൊരു പ്രസക്തിയുണ്ട്. ഇന്നിപ്പോൾ അത് നമ്മൾ നാശത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. കാരണം നമ്മൾ ഈ മൂല്യങ്ങൾ നഷ്ടപ്പെട്ടു വരുമ്പോൾ ഒരു ധാർമ്മിക മൂല്യങ്ങളും ആത്മീയ ചിന്തയില്ലാത്തൊരു സമൂഹത്തിൽ, ഒരു കുടുംബത്തിൽ ഒരിക്കലും ഐശ്വര്യം ഉണ്ടാകില്ല. ഇന്ന് നമുക്ക് ആ ഐശ്വര്യം നഷ്ടപ്പെട്ടു പോയി. ഇന്ന് നമുക്ക് ഇങ്ങനെയുള്ള ഈ വിഘടിത ചിന്തകൾ, ഈ ബൂർഷ്വാ വേഴ്സസ് പ്രോളിറ്റേറിയറ്റ്, അതാണല്ലോ നമ്മുടെ ഇത് ഒരു അക്രമാസക്തമായ ഒരു ഇതാണ്. അപ്പോൾ ഇന്ന് അങ്ങനെ ഒരു ഏറ്റവും കൂടുതൽ അക്രമം നടക്കുന്നത് ഇവിടെയാണ്. മദ്യപാനം നടക്കുന്ന ഈ കൊച്ചു കേരളത്തിലാണ്. പെർ ക്യാപിറ്റ കൺസപ്ഷൻ ഓഫ് ലിക്കർ. അതുപോലെ ലോകത്തിൽ ആദ്യമായിട്ട് സർക്കാർ തന്നെ കുത്തക പ്രസ്ഥാനമാക്കിയിട്ട് മദ്യം വിൽക്കുന്നതും ജനങ്ങളെ മദ്യപിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നതുമായിട്ട് ഒരേ ഒരു സംസ്ഥാനം ലോകത്തിലുള്ളത് കേരളമാണ്. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ ഈ ധൂർത്തിൻ്റെ ചിലവുകളിൽ കൂടുതൽ ഭാഗം മദ്യത്തിൽ നിന്നാണ് വരുന്നത്. പക്ഷേ ഇപ്പോൾ പറയുന്നു ബെവറേജസ് കോർപ്പറേഷൻ നഷ്ടത്തിലാണ് ഓടുന്നതെന്നുള്ളത്. ഇവിടെ എല്ലാം നഷ്ടത്തിൽ ഓടും. കാരണം ഇവിടെ സത്യസന്ധത ഇല്ല അവരെടുത്ത്. ഇപ്പോൾ അയ്യപ്പൻ്റെ സ്വർണം കട്ട കഥയൊക്കെ പറയുന്നില്ലേ, ദൈവത്തിൻ്റെ തന്നെ അതെല്ലായിടത്തും നടന്നുകൊണ്ടിരുന്ന. ഇപ്പോൾ കണ്ടുപിടിച്ചെന്ന് മാത്രമേ ഉള്ളൂ ഒരു കാര്യത്തിൽ. അല്ലെങ്കിൽ എല്ലാ മതങ്ങളിലും ഉണ്ട്. പണ്ടാരപ്പെട്ടിയിൽ കൈയിട്ട് പണം കൊണ്ടുപോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഒത്തിരി യാത്ര ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ പുരി ജഗന്നാഥ് ടെമ്പിളിൽ ചെന്ന് കഴിഞ്ഞാൽ ചെന്നിറങ്ങുമ്പോഴത്തേക്കും 4-5 പേര് ഒന്ന് കൈ പിടിക്കുകയാണ്. അപ്പോൾ ആ പൂജാരി ഈ പൂജാരി അവിടെ. അപ്പോൾ നമ്മുടെ പിതാവിൻ്റെ ആത്മാവ് തൃശങ്കു സ്വർഗത്തിലാണ്. അങ്ങ് തള്ളിക്കയറ്റാൻ വേണ്ടിയിട്ട് ഒരു പൂജ നടത്തണം, 200 രൂപ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വരുമ്പോൾ വിഘ്നം വരും. ഉടനെ അവിടെ സ്പെഷ്യലിസ്റ്റ് ഇരിക്കുന്നത്, അങ്ങോട്ട് പോകണം, 500 രൂപ കൊടുത്താൽ മതി. വൈകിട്ടത്തേക്കും അങ്ങനെ പിതാവിൻ്റെ ആത്മാവിനെ എങ്കിലും തള്ളി കയറ്റി വരുമ്പോഴത്തേക്കും നമ്മുടെ പൈസയും തീർന്നു. ഇത് അജ്മീറിൽ ഖാജ മൊയ്നുദ്ദീൻ ചിസ്തിയുടെ വലിയ ദുർഗമുണ്ട്. അവിടെ ചെന്നാലും ഇത് തന്നെയാണ്. ഇവിടെ ഇപ്പോൾ ക്രിസ്ത്യൻ ട്രഡീഷനിൽ വേളാങ്കണ്ണി പോയാലും എവിടെ പോയാലും ഈ നേർച്ചപ്പണവും കുർബാനപ്പണവും ഇതെല്ലാം കൊടുത്ത് അവസാനം ഈ പണത്തിൻ്റെ ഇടപാടിൽ നമ്മളിങ്ങനെ ഇപ്പോൾ മാമോനെ ദൈവമാക്കിയിരിക്കുന്ന അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ് എല്ലാ മതങ്ങളും, കേരളത്തിൽ പ്രത്യേകിച്ചും. കാരണം ഇത് വലിയൊരു വിരോധാഭാസമാണ്. 3 ലോക മതങ്ങളുടെ ശക്തമായ സാന്നിധ്യമുള്ള കേരളത്തിൽ
യാതൊരുവിധ ധാർമ്മിക മൂല്യങ്ങളും ഇല്ല. സ്വാമിജി, ക്രിസ്തു മാർഗവും ക്രിസ്തു മതവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അത് ആനയും ആടും തമ്മിലുള്ള വ്യത്യാസം എന്ന് വേണമെങ്കിൽ പറയാം. ക്രിസ്തു മാർഗം എന്ന് വെച്ചാൽ ആ ക്രിസ്തു പഠിപ്പിച്ചൊരു മാർഗമുണ്ട്. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുക, ശത്രുവിനെ സ്നേഹിക്കുക, നിങ്ങളെ ഉപദ്രവിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇതാണ് ക്രിസ്തു മാർഗത്തിൻ്റെ സത്ത. ക്രിസ്തു മതം എന്ന് പറയുമ്പോൾ അത് നൂറ്റാണ്ടുകൾക്ക് ശേഷം പാശ്ചാത്യ സംസ്കാരത്തിൻ്റെ, പ്രത്യേകിച്ച് കൊളോണിയൽ പവേഴ്സിൻ്റെ ഒരു കോൺട്രിബ്യൂഷനാണ് ക്രിസ്തു മതം. ഇവിടെ വരുന്നത് വാസ്കോ ഡി ഗാമ ഇവിടെ വരുന്ന 1498 പറ്റിയാണ് കേരളത്തിൽ വരുന്നത്. അതിനുശേഷമാണ് ക്രിസ്ത്യൻ മിഷണറീസ് വരുന്നതും ഈ ക്രിസ്തു മത പ്രചരണം തുടങ്ങുന്നതും ഒക്കെ ഉള്ളത്. അപ്പോൾ ഇവിടെ ആദ്യം വന്നത് തോമസ് ശ്ലീഹായാണ്. യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യനാണ് തോമസ്, അപ്പോസ്റ്റൽ തോമസ്. അപ്പോൾ അദ്ദേഹം വന്നപ്പോൾ കൊണ്ടുവന്നത് ക്രിസ്തു മാർഗമേ കൊണ്ടുവന്നിട്ടുള്ളൂ. അതുകൊണ്ടാണ് പഴയ സംസ്കാരത്തിൽ മാർഗം കളി, മാർഗം കൂടി, മാർഗവാസി ഇങ്ങനെയൊക്കെയുള്ളൊരു ഇന്ന് നമ്മൾ യൂസേജ് ചെയ്യുന്നുണ്ട്. മാർഗം കളി ഞാൻ പലപ്പോഴും കാണുന്നുണ്ട്, നല്ല സുന്ദരമായ കളിയൊക്കെയാണ്, അതൊരു പാരമ്പര്യമുള്ളതാണ്. അപ്പോൾ ഈ മാർഗം എന്ന് പറയുമ്പോൾ സ്നേഹത്തിൻ്റെ, സമർപ്പണത്തിൻ്റെ, ത്യാഗത്തിൻ്റെ മാർഗം. അത് സത്യത്തിന് വേണ്ടി സ്വയം ജീവൻ നൽകുന്ന ഒരു മാർഗമാണ്. ബലിയർപ്പിക്കപ്പെടുകയാണ്, സ്വന്തം ജീവൻ, വേറെ ആരെയല്ല. ആരെയും കൊല്ലാനോ പിടിക്കാനോ പോകുന്നില്ല, നമ്മൾ അതിനു വേണ്ടി മരിക്കും. നമ്മൾ വിശ്വസിക്കുന്ന സത്യത്തിന് വേണ്ടി നമ്മൾ മരിക്കുക. അതാണ് ക്രിസ്തു മാർഗത്തിൻ്റെ പ്രസക്തി. ആ വിശ്വസിക്കുന്ന സത്യത്തിന് വേണ്ടി സ്വയം സമർപ്പിച്ച് ജീവൻ വരെ കൊടുക്കുക. ആരോടും വിദ്വേഷമില്ല, എല്ലാവരെയും സ്നേഹിക്കുന്നു, എല്ലാവരും ഉൾക്കൊള്ളുന്നു. അത് ക്രിസ്തു മാർഗം. അത് ഈ മാർഗത്തിൽ വലിയൊരു മാർഗം വേറെ ഇല്ല. അപ്പോൾ പക്ഷേ ക്രിസ്തു മതം എന്ന് പറയുമ്പോൾ അതിന് ചട്ടക്കൂടുകൾ, ആചാരാനുഷ്ഠാനങ്ങൾ, അത് മാമോദിസ മുഖ്യ അതിലേക്ക് ചേരണം, അതല്ലെങ്കിൽ രക്ഷയില്ല. ഇനി രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോവും, അല്ലെങ്കിൽ ശിക്ഷിക്കപ്പെട്ട നരകത്തിൽ പോവും. ഇങ്ങനെയുള്ള വിരോധാഭാസങ്ങളുടെ ഒരു ആകത്തുകയാണ് ക്രിസ്തു മതം എന്ന് പറയും. ക്രിസ്തു മതത്തിൽ ഏറ്റവും കാതലായിട്ടുള്ളത് കത്തോലിക്ക മതമാണ്. അപ്പോൾ അവരിങ്ങനെ യുഗങ്ങളായി വരുമ്പോൾ റിന്യൂ ചെയ്യുന്നുണ്ട്. കത്തോലിക്ക സഭയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ കാലങ്ങൾ കഴിയും തോറും അത് പവിത്രീകരിക്കപ്പെട്ടു വരുന്നൊരു അവസ്ഥയുണ്ട്. അത് മറ്റ് സഭകളിൽ നമ്മൾ അത്ര കാണുന്നില്ല. ഞാനിതിലെല്ലാം ജീവിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ ആത്മാവിൻ്റെ പ്രവർത്തനം ഉള്ളിടത്താണ് പവിത്രീകരിക്കപ്പെടുക, കൂടുതൽ ആഴങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ പറ്റുക. അപ്പോൾ ക്രിസ്തു മാർഗം നമ്മളെ ഈ ആത്മാവിൻ്റെ മാർഗത്തിൽ നയിക്കുന്നു. ക്രിസ്തു മതം നമ്മളെ ആചാരാനുഷ്ഠാനങ്ങളുടെ ആ ചട്ടക്കൂടുകളിൽ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ക്രിസ്തു സഭകൾ നമ്മളെ യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കില്ല. ക്രിസ്തു മാർഗമേ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുകയുള്ളൂ. അപ്പോൾ അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. പറഞ്ഞില്ലേ, ആനയും ആടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞത് അത്രമാത്രം വ്യത്യാസമുണ്ട്. പക്ഷേ ഇന്ന് നമുക്ക് ക്രിസ്തു മാർഗം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. എല്ലാം ക്രിസ്തു മതങ്ങളാണ്. ഇനി ഈ മതങ്ങളുടെ അകത്തും പുറത്തും ഒക്കെ പരസ്പരവും കിടന്ന് വഴക്ക് കൂടുകയാണ്. ഇപ്പോൾ ഇവിടെ തന്നെ യാക്കോബ ഓർത്തഡോക്സ് സഭകളുടെ അറിയാമല്ലോ, വർഷങ്ങളായിട്ടുള്ള യുദ്ധമാണ്. അതുപോലെ ഇപ്പോൾ സീറോ മലബാർ സഭയ്ക്കുള്ളിലും എന്തുമാത്രം നടക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് സഭകളുടെ പരിമിതിയാണ്. നേരെ മറിച്ച് മാർഗത്തിൽ യാതൊരു പരിമിതിയില്ല. ഞാനും നിങ്ങളും ആർക്ക് വേണമെങ്കിലും എവിടെ വേണമെങ്കിലും പ്രായോഗികമായി ജീവിക്കാം. ആ ഒരു മാർഗം മാത്രമേ നമ്മളെ സമാധാനത്തിലേക്ക്, സന്തോഷത്തിലേക്ക് നയിക്കുകയുള്ളൂ. സഹനയോഗം മുക്തിമാർഗം, വേറൊരു വഴിയില്ല സുഹൃത്തെ. അതാണ് എൻ്റെ ഒരു ഫോർമുല, അല്ലെങ്കിൽ ക്രിസ്തുവിൽ നിന്ന് ഞാൻ ഉൾക്കൊണ്ട ഫോർമുല ഇതാണ്. സഹനയോഗം എന്ന് വെച്ചാൽ ആ സഹിക്കുന്ന യോഗം. യോഗ എന്ന് വെച്ചാൽ കമ്മ്യൂണിയൻ വിത്ത് ഗോഡ്. ഗോഡ് ഈസ് ലവ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും സ്നേഹത്തിൽ സഹിക്കുമ്പോൾ അത് സഹനയോഗമാണ്. അപ്പോൾ അതിന് ഞാൻ ഡെഫിനിഷൻ കൊടുത്തിരിക്കുന്ന നിത്യം നിലനിൽക്കുന്ന, നിത്യം ക്ഷമിക്കുന്ന, നിത്യം സ്വയം ശൂന്യവൽക്കരിക്കുന്ന സ്നേഹം, ദൈവിക സ്നേഹമാണ് സഹനയോഗം. ഇത് മാത്രമേ മുക്തിമാർഗമുള്ളൂ. ഇതാണ് യേശുദേവൻ പഠിപ്പിച്ച, അല്ലെങ്കിൽ ലോകത്തിന് തന്നിരിക്കുന്ന ഒരു സനാതന സത്യമാണ് സഹനയോഗം, മുക്തിമാർഗം. ഇതിൻ്റെ ആപ്ലിക്കേഷനാണ് ഗാന്ധിജി സത്യാഗ്രഹത്തിലൂടെ ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ നടത്തി. നമ്മുടെ ഭാരതത്തിൽ മാത്രമേ നടന്നിട്ടുള്ളൂ. ഈ സഹനയോഗം, മുക്തിമാർഗം എന്നുള്ള യേശു പ്രബോധനത്തിൻ്റെ പ്രായോഗികമായിട്ടുള്ള ഏറ്റവും വലിയ എക്സ്പെരിമെൻ്റ് ലോക ചരിത്രത്തിൽ നടന്നത് ഇവിടെയാണ്. അത് ഈ ഗാന്ധിയിലൂടെയാണ് നടന്നത്, അല്ലാതെ ക്രിസ്ത്യാനികൾ അല്ല. ഗാന്ധി ഒരു സനാതനി ഹിന്ദു ആയിരുന്നു. നേക്കഡ് ഫക്കീർ എന്നൊക്കെ നമ്മൾ
വിൻസ്റ്റൺ ചർച്ചിൽ വിളിച്ചല്ല അദ്ദേഹത്തെ. അപ്പോൾ അദ്ദേഹത്തിലൂടെ ദൈവം ആ ഒരു സത്യം ഭാരതത്തിന് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഭാരതത്തിന് വലിയൊരു പുണ്യഭൂമിയാണ്. അപ്പോൾ ഈ ഭാരതത്തിൽ നിന്ന് വേണം യഥാർത്ഥ ക്രിസ്തു സന്ദേശം ലോകത്തിലേക്ക് വരാൻ. ഇപ്പോൾ ക്രിസ്തു മതം അവിടുന്ന് ഇങ്ങോട്ട് വന്നു, ഇനി ഇവിടുന്ന് ക്രിസ്തു മാർഗം ഇവിടുന്ന് അങ്ങോട്ട് പോകും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആവും. അപ്പോൾ ഇതാണ് ഒരു ദൗത്യമായിട്ട് എൻ്റെ ഗുരു എന്നെ ഏൽപ്പിച്ചിരിക്കുന്നതാണ് ഈ സൈക്കിൾ, മാരേജ് ഓഫ് ഈസ്റ്റ് ആൻഡ് വെസ്റ്റ്, അല്ലെങ്കിൽ ന്യൂ വിഷൻ ഓഫ് റിയാലിറ്റി എന്നൊക്കെ പറയുന്നത് ഇവിടെയാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ സ്നേഹിക്കാൻ പഠിക്കുക. സ്നേഹം ഉള്ളിടത്തെ ത്യാഗം ഉണ്ടാവുള്ളൂ, ത്യാഗമുള്ളിടത്ത് സേവനം ഉണ്ടാവുള്ളൂ. യഥാർത്ഥ സേവനം, അത് രാഷ്ട്രീയ സേവനമല്ല കേട്ടോ. അതെല്ലാം പണത്തിന് വേണ്ടിയും സ്ഥാനമാനങ്ങൾക്കും വേണ്ടിയും ഈ പാമ്പ് തവളയെ സേവിക്കുന്ന പോലെ ചെയ്യുന്ന സേവനങ്ങളാണ്. പക്ഷെ നമുക്കിന്ന് ആവശ്യം ആ ത്യാഗത്തിൽ നിന്ന് വരുന്ന സ്നേഹം, അതുപോലെ ത്യാഗത്തിൽ നിന്ന് വരുന്ന സേവനം, സ്നേഹത്തിൽ നിന്ന് വരുന്ന ത്യാഗം. സ്നേഹമാണ് എല്ലാത്തിൻ്റെ അടിസ്ഥാനമായിട്ടുള്ളത്. സ്നേഹമാണ് അഖില സാരഭൂമിയിൽ. സ്വാമിജി, അങ്ങ് ഒരു അന്വേഷകനാണ്. അതിനോടൊപ്പം അങ്ങ് പ്രാർത്ഥനാ ഗീതങ്ങൾ രചിച്ചിട്ടുമുണ്ട്. അതിൽ അങ്ങയുടെ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രാർത്ഥനാ ഗീതം അങ്ങ് ഇടയ്ക്ക് ചൊല്ലിയിട്ടുമുണ്ടായിരുന്നു. അതൊന്ന് നമ്മൾ സാധകർക്ക് വേണ്ടിയിട്ടൊന്ന് ചൊല്ലാമോ? അത് എൻ്റെ തന്നെ ഒരു ജീവിത അനുഭവത്തിൽ നിന്നും ഞാൻ എഴുതിയിട്ടുള്ളതാണ്. അപ്പോൾ അത് ഞാൻ എൻ്റെ ഒരു സമർപ്പണ ഗീതമായിട്ടാണ്. എൻ്റെ അമ്മ അത് ഒത്തിരി ഇഷ്ടപ്പെട്ടിരുന്നു. പലർക്കും അത് ഇഷ്ടമുണ്ട്. ഒത്തിരി പേര് ഇവിടെ വരുന്നവരെല്ലാം അത് കേൾക്കുന്നുണ്ട്, പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, അതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനത് മുഴുവൻ പാടണം, അത് 2 ലൈൻ പാടിയാൽ മതിയോ? മുഴുവൻ പാടാം. കരുണാനിധിയാകും ദൈവമേ, കനിയേണമെന്നിൽ നീ എന്നുമേ. നിൻ കൃപ മാത്രമാണാശ്രയം, ജീവിതയാത്രയിലേശുവേ. വേനലും വർഷവും വന്നുപോയി, ആത്മാവിൻ ദാഹവുമേറുന്നു. ജീവജലം തരു സദ്ഗുരോ, നീ മാത്രമാണെനിക്കാശ്രയം, നീ മാത്രമാണെനിക്കാശ്രയം. കരുണാനിധിയാകും ദൈവമേ, കനിയേണമെന്നിൽ നീ എന്നുമേ. നിൻ കൃപ മാത്രമാണാശ്രയം, ജീവിതയാത്രയിലേശുവേ. ഈശ്വരപുത്രനാമേശുവേ, ജ്ഞാനവും ശക്തിയും നൽകണേ. ക്രൂശിതനായോരൻ സദ്ഗുരോ, നീ മാത്രമാണെനിക്കാശ്രയം, നീ മാത്രമാണെനിക്കാശ്രയം. കരുണാനിധിയാകും ദൈവമേ, കനിയേണമെന്നിൽ നീ എന്നുമേ. നിൻ കൃപ മാത്രമാണാശ്രയം, ജീവിത യാത്രയിലേശുവേ. ഉത്ഥിതനായോരൻ കർത്താവേ, നിത്യമാം ജീവന്റെ നായക. ശാന്തിയും മുക്തിയും നീയല്ലോ, നിന്നിൽ ഞാൻ ജീവിക്കുമെന്നെന്നും, നിന്നിൽ ഞാൻ ജീവിക്കുമെന്നെന്നും. കരുണാനിധിയാകും ദൈവമേ, കനിയേണമെന്നിൽ നീ എന്നുമേ.
നിൻ കൃപ മാത്രമാണാശ്രയം. ജീവിതയാത്രയിലേശുവേ, ജീവിതയാത്രയിലേശുവേ. ക്രിസ്തു ശിഷ്യനായിട്ട് ദൈവത്തിന് സ്വന്തം സമർപ്പിച്ചപ്പോൾ ഞാൻ എഴുതിയൊരു പാട്ടാണ്. ട്യൂണും കൊടുത്ത് നാച്ചുറലായിട്ട് വരും. ഞാൻ ഒരിക്കലും ഒരു പാട്ട് പാടുകയും ചെയ്ത മനുഷ്യനായിരുന്നു. മിലിറ്ററി ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു, കമാൻഡ് ചെയ്തിട്ടുള്ള റഫ് ആൻഡ് ടഫ് ഇതായിരുന്നു. പക്ഷെ ഇങ്ങനെ നമ്മൾ വരുമ്പോൾ ആ നമ്മളുടെ സ്നേഹം, ഭക്തി, അതാണ് പിന്നെ ഈ ഗാനമായിട്ട് അല്ലെങ്കിൽ പ്രാർത്ഥനയായിട്ടൊക്കെ വരും. ഞാൻ തന്നെ ഇവിടെ പ്രാർത്ഥന ഈ ആശ്രമം, ദേവകൃപ ആശ്രമത്തിൻ്റെ ഒരു പഞ്ചധർമ്മങ്ങളുണ്ട്. ഞാൻ ജീവിക്കുന്നൊരു മാർഗമാണ് പ്രാർത്ഥന, പഠനം, പ്രവർത്തനം, പ്രബോധനം, പ്രോത്സാഹനം. ഇത് പഞ്ചമാർഗങ്ങളാണ്. അപ്പോൾ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം നമ്മൾ. കാരണം നമ്മൾ ഒരു ജീവിതത്തിൻ്റെ അവസ്ഥയിൽ വരുമ്പോൾ എല്ലാം അവിടുത്തെ കൃപയാണെന്ന് മനസ്സിലാകും. അപ്പോൾ പ്രാർത്ഥനയിലേക്ക് നമ്മൾ കൂടുതൽ. അപ്പോൾ ഇവിടെ ഈ ആശ്രമത്തിൽ 3 നേരം പ്രാർത്ഥനയുണ്ട്. പ്രഭാത സന്ധ്യാവന്ദന, മധ്യാഹ്ന സന്ധ്യാവന്ദന, സായാഹ്ന സന്ധ്യാവന്ദന. ഞാൻ തന്നെ ഉണ്ടെങ്കിൽ ഞാനത് ചെയ്യും. പക്ഷേ ഇവിടെ ഒരു വൃദ്ധയായ സാധ്വി ഉണ്ട്, ഇവിടെ രത്നമ്മ. ആദ്യം മുതൽ എനിക്ക് ആഹാരം പാകം ചെയ്യുന്നതും എല്ലാം നോക്കുന്നവരാണ്. അവരൊരു ഹിന്ദു ലേഡിയാണ്. പക്ഷേ അവർക്ക് ഇതിലേക്ക് വലിയ ഭക്തിയും ആകർഷമായിട്ടുണ്ട്. അൺമാരീഡാണ്, 71 വയസ്സുണ്ട്. ഞാനിവിടെ വന്നപ്പോൾ മുതൽ അവരാണ് എൻ്റെ സേവനം ചെയ്യുക. അവർ ഞാൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും തന്നെ ഇരുന്ന് പ്രാർത്ഥിച്ചോളൂ. കുറച്ചൊക്കെ പാടുകയൊക്കെ ചെയ്യും. ഭക്തി വരുമ്പോൾ എല്ലാവർക്കും പാട്ട് വരുമല്ലോ. മദ്യം വന്നാലും പാട്ട് പാടും, ഭക്തി വന്നാലും പാട്ട് പാടും. ഈ ഭക്തിയും മദ്യവും ഒരഹരമാണ്. ഒരു വ്യത്യാസമുള്ളത്, ഈ മദ്യം വന്ന് പാട്ട് പാടുന്നത് നമുക്ക് ആസ്വദിക്കാൻ പറ്റില്ല, അവൻ മാത്രമേ ആസ്വദിക്കുള്ളൂ. ഭക്തി വന്ന് പാടുമ്പോൾ എല്ലാവരും ആസ്വദിക്കുന്നു, അത്രേ ഉള്ളൂ. ഹൃദയത്തിൽ നിന്ന് വരുന്ന. അപ്പം ഞാൻ കൂടുതൽ ഇങ്ങനെ ഹിന്ദിയിലാണ് എൻ്റെ കൂടുതൽ ഭജൻസൊക്കെ. ഒത്തിരി പോപ്പുലറാണ് എൻ്റെ ഭജൻസൊക്കെ നോർത്ത് ഇന്ത്യയിലൊക്കെ. അതുപോലെ എൻ്റെ തന്നെ ഇപ്പോൾ ഈ ഒരു തിയോളജി, ഒരു ദൈവശാസ്ത്രം ഞാൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, പ്രഭു പരമേശ്വർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാനിപ്പോൾ ദൈവത്തെ, ഓരോ മതങ്ങൾക്കും അവരുടേതായിട്ടുള്ള ഉൾക്കാഴ്ച ഉണ്ടല്ലോ. ഇപ്പോൾ അള്ളാഹു എന്ന് മുസ്ലിംസ് പറയുന്നു, വാഹെ ഗുരു എന്ന് അവർ പറയുന്നു. ഇവിടെയാണ് ഈ പിതാപുത്ര പവിത്രാത്മെന്ന് ഇവർ പറയുന്നു. ഹിന്ദു പാരമ്പര്യത്തിൽ ബ്രഹ്മ, അല്ലെങ്കിൽ ബ്രഹ്മ വിഷ്ണു ശിവൻ, അതല്ലെങ്കിൽ സച്ചിത് ആനന്ദ, ഇങ്ങനെ പല പേരുകളും. അപ്പോൾ നമ്മുടെ തനതായിട്ടുള്ളൊരു പേരാണ് പ്രഭു പരമേശ്വർ. അപ്പോൾ അത് ദൈവം പ്രകാശമാണ്, ദൈവം സ്നേഹമാണ്, ദൈവം ആത്മാവാണ്. ആ 3 ശിലമുണ്ടല്ലോ. ആ ഉദയസൂര്യൻ പ്രകാശം, ദൈവം പ്രകാശമാണെന്നുള്ള സത്യമാണ്. അതെല്ലാ മതങ്ങളിലും ഉണ്ട്. ഞാൻ പറഞ്ഞ 4 മതങ്ങളിലുണ്ട്. അള്ളാഹ് ഈസ് ദ ലൈറ്റ് ഓഫ് ദി വേൾഡ് ഖുറാനിലുണ്ട്. അപ്പോൾ അതാണ് ആദ്യത്തേത്, പ്രകാശം. പിന്നെ ദൈവം സ്നേഹമാണ്. ആ ദൈവിക സ്നേഹത്തിൻ്റെ 3 വശങ്ങളാണ് നിത്യം നിലനിൽക്കുന്ന, നിത്യം ക്ഷമിക്കുന്ന, നിത്യം സ്വയം ശൂന്യവൽക്കരിക്കുന്ന, സ്വയം ദാനമായി നൽകുന്ന സ്നേഹം, ദൈവിക സ്നേഹം. അതാണ് ട്രയാങ്കിൾ. പിന്നെ ബ്ലൂ സർക്കിള് ദൈവം ആത്മാവാണെന്നുള്ളത്. അപ്പോൾ ദൈവം പ്രകാശമാണ്, ദൈവം സ്നേഹമാണ്, ദൈവം ആത്മാവാണ്. ആത്മാവിൻ്റെ ഒരു അനന്തതയാണ്. നമ്മളിപ്പോൾ ഞാൻ ഈ ഫ്ലൈങ്ങിലൊക്കെ പോകുമ്പോൾ ഒത്തിരി മുകളിലേക്ക് കടന്നു കഴിയുമ്പോൾ പിന്നെ ക്ലൗഡൊന്നുമില്ല, എല്ലാം അനന്തമായൊരു നീലിമയാണ്. ആ അനന്തതയുടെ ഒരു ഇതാണ് ഈ നീല, ഡാർക്ക് ബ്ലൂ എന്നുള്ളത്. അപ്പോൾ അത് ദൈവ ആത്മാവാണ്. ഈ ദൈവ സങ്കല്പമാണ്, അത് പ്രഭു പരമേശ്വർ എന്ന് പറയുന്നത്. അത് ഈ 4 മതങ്ങളിലും ഉണ്ട്. ഞാൻ ജീവിച്ച 4 മതങ്ങൾ, ആ 4 മതങ്ങളുടെ ചിഹ്നമാണ് കണ്ടു. കുരിശ്, ഇസ്ലാം, ഹിന്ദുയിസം, സിക്കിസമാണ് വാളത്തൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ഗോഡ് ഇൻ ഓൾ ഇൻ ഗോഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ധർമ്മരാജ് വേദിയാണ് നമ്മുടെ ഒരു പുതിയ ഒരു ഇങ്ങനെയുള്ള ചിന്ത വരുന്ന ആളുകളുടെ ഒരു വേദിയായിട്ട് നമ്മൾ വളർത്തിക്കൊണ്ടുവരികയാണ്. ഈ സങ്കല്പം എല്ലാ മതങ്ങളിലും ഉണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ വെച്ചിരിക്കുന്നത്. ധർമ്മരാജ് വേദി ഒരു സംഘടനയുണ്ട്. അപ്പോൾ ആ സംഘടനയ്ക്ക് അതിൻ്റെതായൊരു ലോഗോ വേണമല്ലോ. അപ്പോൾ ഈ ഉൾക്കാഴ്ച അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ഇത് കണ്ടോ? അപ്പോൾ അതിൻ്റെ തന്നതായിട്ടുള്ള അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഈ ആശ്രമത്തിൻ്റെ ഒരു ലോഗോ അതാണ്. ഈ ആശ്രമം ധർമ്മരാജ് വേദിയുടെ ഒരു ആത്മീയ കേന്ദ്രമാണ്. കാരണം അതിൻ്റെ അകത്ത് ആത്മീയ ശക്തി കൊടുക്കുന്ന ഈ ആശ്രമത്തിൻ്റെ ആ ദർശനമാണ് പ്രഭു പരമേശ്വർ. അപ്പോൾ അതിനെ ആസ്പദമാക്കിയിട്ടാണ് എൻ്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഹിന്ദി ഭജൻസ് ഇപ്പോൾ പോപ്പുലറാണ്. പ്രഭു പരമേശ്വർ കി വന്ദന ഹോ, വന്ദന 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 ഹോ. നിങ്ങൾ ഹിന്ദി ഫോളോ ചെയ്യുമോ കുറച്ചൊക്കെ? പ്രഭു പരമേശ്വർ കി വന്ദന ഹോ, വന്ദന 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 ഹോ. അതങ്ങനെ പോകുന്നു. ജീവൻ കാ ആധാർ, ബുദ്ധി കാ ആധാർ, ശക്തി കാ ആധാർ. പറഞ്ഞ അവസാനം പ്രഭു പരമേശ്വർ
ദീനദയാലു ഹേ പ്രഭു പരമേശ്വർ, ഹം പർ ദയാ കരോ പ്രഭു പരമേശ്വർ. അതാണ് എൻ്റെ വരുന്നത്. അങ്ങ് എല്ലാ മതങ്ങളും പരീക്ഷിച്ചിട്ടുണ്ട്, ജീവിച്ച് പരീക്ഷണ എല്ലാ വിധേയമാക്കി. മതങ്ങളില്ല, 4 മതങ്ങൾ. 4 മതങ്ങൾ അങ്ങ് ജീവിച്ച് പരീക്ഷിച്ചതാണ്. അപ്പം എന്നാൽ അങ്ങ് ഫോളോ ചെയ്യുന്നത് ക്രിസ്തുവിനെയാണ്, യേശുദേവനെയാണ്. യേശുദേവനെ ഗുരുവായിട്ട് കണ്ട് ഫോളോ ചെയ്യുന്നു. ബൈബിളിലെ ഏതെങ്കിലും വചനവും ഭഗവത്ഗീതയിലെ ഏതെങ്കിലും ഒരു വചനവും അങ്ങ് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ? അതൊരു സിമിലർ ആയിട്ട് തോന്നി ഇൻഫ്ലുവൻസ് ചെയ്ത് എന്തെങ്കിലും അങ്ങനെ പറയാൻ പറ്റുമോ? തീർച്ചയായിട്ടും എന്നെ ഏറ്റവും കൂടുതൽ ബൈബിൾ ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്നത് പത്രോസിൻ്റെ ജീവിതവും മാർഗവും അദ്ദേഹത്തിൻ്റെ പ്രബോധനങ്ങളുമാണ്. കാരണം ഈ പത്രോസായിരുന്നു യേശുവിൻ്റെ ഏറ്റവും അടുത്ത, അല്ലെങ്കിൽ സഭയുടെ ഉത്തരവാദിത്തം ഏൽപ്പിച്ച ശിഷ്യനായിരുന്നു പത്രോസ്. നീ പാറയാകുന്നു, പാറമേൽ എൻ്റെ പള്ളി പണിയപ്പെടും എന്നൊക്കെ പറഞ്ഞ് ഇവനെ പറ്റിയാണ്. അതുപോലെ പത്രോസും ക്രൂശിക്കപ്പെടുകയാണ് ചെയ്ത അവസാനം. അപ്പോൾ അവരോട് പറഞ്ഞു, എന്നെ നിങ്ങൾ തല മുകളിലേക്കായിട്ട് ക്രൂശിക്കരുത്, അതിന് ഞാൻ അർഹനല്ല. എൻ്റെ ഗുരുവിനെ അങ്ങനെയാണ് നിങ്ങൾ ക്രൂശിച്ചത്, എന്നെ തല കീഴായിട്ട് ക്രൂശിക്കണം. അത് മാത്രമേ അവന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ പത്രോസിനെ ക്രൂശിച്ചത് തല കീഴായിട്ടാണ്. അപ്പോൾ ഈ പത്രോസിൻ്റെ ജീവിതം വാസ്തവത്തിൽ എന്നെ ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട്. പുള്ളി ഒരു എടുത്തുചാട്ടക്കാരനായിരുന്നു. പലപ്പോഴും 3 തവണ തന്നെ ക്രിസ്തുവിനെ നിഷേധിച്ചിട്ടുണ്ട് ഒരേ രാത്രിയിൽ തന്നെ. പക്ഷേ അതിനുശേഷം പോയി മനസ്തപിച്ച് തിരിഞ്ഞു വരുന്നു. അപ്പോൾ ഇത് എല്ലായിടത്തും ഒരു എടുത്തിയാട്ടം കാണുന്നുണ്ട്, പക്ഷേ ആത്മാർത്ഥതയുണ്ട് ആ മനുഷ്യൻ്റെ. ആ വൈകാരികമായ ഉൾത്തള്ളൽ പലപ്പോഴും ഒരു ആത്മാർത്ഥതയുടേതാണ്. അപ്പോൾ അത് ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ എന്നിലും അങ്ങനെയൊക്കെ ഉണ്ടായി. ഇപ്പോഴും പലപ്പോഴൊക്കെ ഞാനിങ്ങനെ ഉൾത്തള്ളലോട് പലതും ചെയ്യും, പ്രവർത്തിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഈ പത്രോസിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു വാക്ക്, ഞാൻ കൂടുതൽ ഇംഗ്ലീഷിലാണ് ഇത് പഠിക്കുന്നതൊക്കെ. അപ്പോൾ ഹീ ക്യാരിഡ് അവർ സിൻസ് ആൻഡ് ഡൈഡ് ഓൺ ദ ക്രോസ് സോ ദാറ്റ് വി മൈറ്റ് ഡൈ ടു സിൻ ആൻഡ് ലീവ് ഫോർ റൈറ്റ്വസ്നെസ്. അത് 1 Peter 2:24 വാക്കാണ്. അതായത് അവൻ നമ്മളുടെ പാപങ്ങൾ പേറി കുരിശിൽ മരിച്ചു. നമ്മൾ പാപത്തിന് മരിച്ച് ധർമ്മത്തിന് വേണ്ടി ജീവിക്കാൻ വേണ്ടിയാണത്, അല്ലേ? അപ്പോൾ ഞാൻ പാപത്തിന് മരിക്കണം, അതായത് പാപത്തിൽ നിന്ന് ഞാൻ മുക്തി നേടണം, പക്ഷേ ധർമ്മത്തിന് വേണ്ടി ജീവിക്കുകയും ചെയ്യണം. നമ്മൾ സൈക്കിളിൽ കയറി ഇരുന്നിട്ട് പോരാ, ചവിട്ടണം, എന്നാലേ മുന്നോട്ട് പോകുള്ളൂ, അല്ലെങ്കിൽ ബാലൻസ് പോകും. അപ്പോൾ എൻ്റെ ഗുരു തമാശയായിട്ട് പറയാറുണ്ട്, ലോട്ട് ഓഫ് ഗുഡ് ക്രിസ്ത്യൻസ് നോട്ട് കമ്മിറ്റിംഗ് എനി സിൻ, ബട്ട് ദർ ഓൾ ഗുഡ് ഫോർ നത്തിങ് ക്രിസ്ത്യൻസ്, ബിക്കോസ് ഒരു നന്മയും ചെയ്യില്ല, അവർ തിന്മ ചെയ്യില്ല, ശരിയാണ്, പക്ഷെ നന്മയും ചെയ്യുന്നു. അപ്പം അതുകൊണ്ട് കാര്യമില്ല, നമ്മൾ തിന്മ ചെയ്യാതിരുന്നാൽ പോരാ, നന്മ ചെയ്യണം, ധർമ്മത്തിന് വേണ്ടി ജീവിക്കണം. ഇനി ഈ ധർമ്മത്തിന് വേണ്ടി ജീവിക്കുന്നവനെ നമ്മുടെ ഭാരത സംസ്കാരത്തിൽ നമ്മൾ എന്താ പറയുക? ധർമ്മ സംസ്ഥാപനത്തിന് വരുന്നവൻ ആരാ? അവതാരമാണ്, അല്ലയോ? അപ്പൊ ഗീതയിൽ ഭഗവാൻ കൃഷ്ണൻ പറയുന്നില്ല, യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനാം അധർമ്മസ്യ തദാത്മാനാം സൃജാമ്യഹം പരിത്രാണായ സാധൂനാം വിനാശായ സദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. അപ്പോൾ അതിൻ്റെ ഉൾക്കാഴ്ച കിടക്കുന്നത്, എപ്പോഴെല്ലാം ധാർമ്മിക മൂല്യങ്ങൾക്ക് ച്യുതി സംഭവിക്കുന്നുവോ, എപ്പോഴെല്ലാം അധർമ്മശക്തികൾ കൊടികുത്തി വാഴുന്നുവോ, അപ്പോഴെല്ലാം ഈശ്വരൻ അവതരിക്കും മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടി, ധർമ്മമൂല്യങ്ങളെ നിലനിർത്താൻ വേണ്ടിയിട്ട്. ഒരു വാഗ്ദാനമാണ്. അപ്പോൾ ഓരോ ക്രിസ്തു ശിഷ്യനും ഒരു അവതാരമായി പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. അല്ലാതെ ഈ മൈനോറിറ്റി റൈറ്റ്സും ചോദിച്ച് അതും ചോദിച്ച് ഇതും ചോദിച്ച് ഞങ്ങളിവിടെ എങ്ങനെയെങ്കിലും കഴിഞ്ഞു കൂടിക്കോളാം, ഉപദ്രവിക്കരുത്, ഞങ്ങൾക്ക് ഇതൊക്കെ തന്നേനെ, ഇതൊക്കെ ഒരു വാസ്തവത്തിൽ സിംഹക്കുഞ്ഞ് പോയിട്ട് പന്നിക്കൂട്ടി കിടക്കുന്ന പോലെയാണ്. സോ മച്ച് ഓഫ് തിങ്സ്. നമ്മൾ ഓരോരുത്തരും വാസ്തവത്തിൽ ദൈവത്തിൻ്റെ മക്കളാണെന്നും നമ്മൾ ആരും ഇങ്ങനെ ഭിക്ഷയാചിച്ചോ അല്ലെങ്കിൽ സ്പെഷ്യൽ പ്രിവിലേജ് ചോദിച്ചുകൊണ്ടോ, ഇപ്പോൾ തന്നെ നമ്മുടെ ഷെഡ്യൂൾ കാസ്റ്റാണ്, ഷെഡ്യൂൾ ട്രൈബാണ് ഇത് പറഞ്ഞിട്ടും അതിന് മൈനോറിറ്റി റൈറ്റ്സും ചോദിച്ചു നടക്കുന്നു. 10 വർഷത്തേക്കായിരുന്നു ഈ മൈനോറിറ്റി റൈറ്റ്സൊക്കെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞിരുന്നത്. ഇപ്പം 75 വയസ്സ് കഴിഞ്ഞ് കൂടി വരികയാണ്. കാരണം മനുഷ്യൻ്റെ സ്വാർത്ഥതയ്ക്ക് ഒരു അന്ത്യമില്ല. ഗാന്ധിജി പറഞ്ഞില്ലേ, ദ വേൾഡ് ഹാസ് എവറിത്തിങ് ടു ടേക്ക് കെയർ ഓഫ് ദ നീഡ്സ് ഓഫ് എവറി വൺ ബട്ട് നോട്ട് ദ ഗ്രീഡ് ഓഫ് വൺ മാൻ. ഒരുത്തൻ്റെ അത്യാഗ്രഹം നിലനിർത്താൻ ഇവിടെ ഇല്ല, എല്ലാവരുടെയും ആവശ്യങ്ങൾ നിറവേറ്റാനുള്ളത് നമുക്ക്.
അപ്പം അത് നമ്മൾ മനസ്സിലാക്കണം. കേരളത്തിൻ്റെ അത് പ്രത്യേകത ഞാൻ കാണുന്നില്ല. നമ്മളെല്ലാം സ്വാർത്ഥതയുടെ അടിമകളായി മാറിയിരിക്കുകയാണ്. നമുക്കൊത്തിരി ഉണ്ട് ഇവിടെ, എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും ഈ മണ്ണിലുണ്ട്. അറിവുണ്ട്, കഴിവുണ്ട്, പ്രകൃതിയുടെ സൗന്ദര്യമുണ്ട്. 44 നദികളുള്ള ഈ കൊച്ചു സംസ്ഥാനം, 4 ഇൻ്റർനാഷണൽ എയർപോർട്ട്സ് ഉള്ള കൊച്ചു സംസ്ഥാനം. ഇവിടെ കുടിവെള്ളത്തിന് ജപ്പാനീസ് പ്രോജക്റ്റ് കൊണ്ടുവരാം അല്ലേ? ഈ നദിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഈ ഇവിടുത്തെ ഒരു സുഹൃത്ത് സന്തോഷ് ജോർജ് കുളങ്ങര പുള്ളി പറയുന്നത് ഈ കേരളത്തിൻ്റെ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് ഒരു കാര്യം ചെയ്ത് ഈ മഴക്കാലം വരുന്നു വെള്ളം പിടിച്ചു വെച്ചിട്ട് അത് ആ ഗൾഫിലേക്ക് കൊണ്ട് കൊടുത്താൽ മതി, ധാരാളം നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ പണമുണ്ടാകും. പക്ഷെ അതിലൊന്നും ഈ രാഷ്ട്രീയക്കാർക്ക് അതിൻ്റെ ഒരു ഫലം വരുന്നില്ല, കൈക്കൂലിയൊന്നും വരുന്നില്ല. മഴവെള്ളം പിടിച്ചു വെച്ചിട്ട് നമുക്ക് എന്ത് കിട്ടാൻ? അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയിലാണ് കേരളം. ഞങ്ങൾ തുടക്കത്തിൽ ഇന്ന് ഒരു പ്യുവർ വെജിറ്റേറിയൻ ആണെന്ന് പറഞ്ഞു. ഇപ്പോൾ പണ്ട് കാലത്ത് നല്ലോണം കുടിക്കുകയും തിന്നുകയൊക്കെ ചെയ്യുന്ന മനുഷ്യനായിരുന്നു എയർപോർട്ടിലേക്ക് ആയിരിക്കുമ്പോൾ. അപ്പോൾ ഈ വെജിറ്റേറിയനിലേക്ക് മാറാൻ എന്തെങ്കിലും കാരണമുണ്ടോ, പ്രത്യേകിച്ച് കാരണമുണ്ടോ? തീർച്ചയായിട്ടും ഞാൻ കൂടുതൽ ആത്മീയമായിട്ട് വളരും തോറും എല്ലാവരെയും എൻ്റെ സഹോദരങ്ങളായിട്ട് ബന്ധുമിത്രാദികളായിട്ട് ഞാൻ കാണുകയാണ്. എനിക്ക് ശത്രുക്കളില്ല എൻ്റെ മനസ്സിൽ. എല്ലാവരും എൻ്റെ സഹോദരങ്ങളാണ്. അതുപോലെ മനുഷ്യർ മാത്രമല്ല, മൃഗങ്ങൾ, പക്ഷികൾ, പറവകൾ. കാരണം ഇതെല്ലാം ഒരു കുടുംബത്തിൻ്റെ അംഗങ്ങളാണ്. ഉദാഹരണത്തിന് മരങ്ങളില്ലെങ്കിൽ നിങ്ങൾക്ക് ഓക്സിജൻ കിട്ടുമോ? ഓക്സിജൻ ഇല്ലാതെ നിങ്ങൾക്ക് 5 മിനിറ്റെങ്കിലും ജീവിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഈ മരങ്ങളാണ് നമുക്ക് ജീവവായു നൽകുന്നത്, ഓക്സിജൻ നൽകുന്നത്. അപ്പോൾ ഈ മരങ്ങളുടെ സാന്നിധ്യം അല്ലെങ്കിൽ അവരുടെ കെയർ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഒരു ആത്മീയതയുടെ ഭാഗമാണ് ഈ പ്രകൃതിയുമായി രമ്യപ്പെട്ട് അല്ലെങ്കിൽ പ്രകൃതിയുമായിട്ട് ഒന്നിച്ച് ജീവിക്കുക എന്നുള്ളത്. അപ്പോൾ ഞാൻ ഈ മൃഗങ്ങളെയൊക്കെ എൻ്റെ ഒരു വലിയ സഹോദരമായിട്ട് കാണുക. എന്നെപ്പോലെ ഒരുപക്ഷെ ഇങ്ങനെ വാചാലതയില്ല, പക്ഷെ അവർക്കുണ്ട്. ഇന്നാണ് ഞാൻ കുറച്ച് പഠിക്കുകയായിരുന്നേ, ഇവിടെ തന്നെ ഒരു രസകരമായ സംഗതി ഉണ്ടായി ഈ ആശ്രമത്തിൽ. ഒരു ദിവസം ഇതിൻ്റെ അടിയിൽ ഒരു തവളയിരിക്കുന്നു. അപ്പോൾ രത്നമ്മ പറഞ്ഞു, സ്വാമി ഇതേ ഒരു തവളയിരിക്കും. ഞാൻ പറഞ്ഞു അവനെ അങ്ങ് ഇറക്കി വിട്ടേരെ. അപ്പോൾ അവന് ഓടിച്ച് അവിടെ കൊണ്ടുവിട്ടു. പിറ്റേ ദിവസം അവരോട് വന്നിരിക്കും. അപ്പോൾ ഇതെങ്ങനെ അവിടുന്ന് പോയി പിന്നെ ഇവിടെ തന്നെ വന്നിരിക്കുന്നുണ്ട്, കാരണം ഇതെങ്ങനെയാണ് ഇതിൻ്റെ? അപ്പോൾ ഞാനിത് ശ്രദ്ധിച്ചു. അപ്പോൾ പിറ്റേ ദിവസം ഞാൻ വന്നപ്പോൾ ഇവനെ ഞാൻ പതുക്കെ എടുത്തിട്ട് പോയി ആ പറമ്പിൻ്റെ മറ്റേ മൂല കൊണ്ടുപോയി. 3 ദിവസം കഴിയുമ്പോൾ അവനിവിടെ വന്നു. അപ്പോൾ ഇത് ഭയങ്കര എന്താണ്. എന്നാൽ പിന്നെ ആ റോഡ് കഴിഞ്ഞാൽ വലിയ തോടുകൊണ്ടല്ലോ, അവിടെ എൻ്റെ ഒരു പ്രൊഫസർ ബിച്ചു ഉണ്ട്, ഒരു ജോഷിയൊക്കെ ഉണ്ട് അവിടെ. അവരുടെ പറമ്പിൻ്റെ അങ്ങേ വശത്ത് കൊണ്ടുവിട്ടു ഇവനെ. ഒരാഴ്ച കഴിയുമ്പോൾ കക്ഷി ഇവിടെ വന്നിരിക്കുന്നു. ഞാൻ വിചാരിച്ചത് എന്താണ് ഈ മൃഗങ്ങൾ എങ്ങനെ ഇത് ചെയ്യുന്നു? അപ്പോൾ ഞാൻ കുറച്ചുകൂടെ പഠിക്കാൻ തുടങ്ങി. അപ്പോൾ ഒരു ഗവേഷകൻ ചെയ്തിട്ട് ഉറുമ്പിനെ പറ്റി ചെയ്തിട്ട് ഞാൻ വായിച്ചു. ഈ ഉറുമ്പ് ധാന്യങ്ങൾ കൊണ്ട് ശേഖരിച്ച് വെക്കും അല്ലേ? അപ്പോൾ ഈ ശേഖരിച്ച് വെക്കുന്ന ധാന്യങ്ങൾ ഒരിക്കലും പൊട്ടിമുളച്ച് വരുന്നില്ല. നമ്മൾ ധാന്യം കൊണ്ടുവച്ചാൽ കുറച്ച് കളയുമ്പോൾ മുളച്ച് വരുന്നുണ്ട്. ഇതിൻ്റെ കാരണം എന്താണ്? അപ്പോൾ ശാസ്ത്രജ്ഞന്മാർ കണ്ടു, ഈ ഉറുമ്പുണ്ടല്ലോ ഈ ധാന്യങ്ങൾ അത് മുറിക്കുന്നുണ്ട്, മുറിച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് മുളയ്ക്കുന്നില്ല. അപ്പോൾ ആ ഒരു സാങ്കേതിക വിദ്യ ഈ എറുമ്പിനറിയാം. അപ്പോൾ ഇവന്മാർ പിന്നെ ചോദിച്ചു, ഇങ്ങനെ ചില വിത്തുകളുണ്ടല്ലോ എത്ര മുറിച്ചാലും പിന്നെ മുളച്ച് വരുന്നുണ്ടല്ലോ, അതൊന്ന് നോക്കാം. അതും കൊണ്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ അതും മുളയ്ക്കുന്നില്ല. നോക്കിക്കഴിഞ്ഞപ്പോൾ ഇത് 4 മുറിച്ച് വെച്ചിരിക്കുന്നു ഇവന്മാർ. അതെങ്ങനെ കണ്ടുപിടിക്കുന്നു ഇവർ? അപ്പോൾ ഞാൻ കാണുന്നതെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ എല്ലാം അറിയാമെന്നും പറഞ്ഞ് അഹങ്കാരികളായിട്ട് നടക്കുന്നത്. നമ്മളെപ്പോയാലും കൂടുതൽ അറിയാം ഇതുങ്ങൾക്ക്. കാരണം എനിക്കിതറിയില്ലായിരുന്നു. അതുപോലെ എന്നെ എങ്ങനെ എവിടെയെങ്കിലും ആരെങ്കിലും കൊണ്ടുവിട്ട് കഴിഞ്ഞാൽ ഇവിടെ തിരിക്കുക. ഞാൻ എയർ നാവിഗേഷൻ്റെ ഒക്കെ മാസ്റ്ററായിരുന്നു. അതായത് എവിടെ പോണെങ്കിലും നമുക്ക് നക്ഷത്രങ്ങളെ നോക്കിയും അസ്ട്രോളജി ഉപയോഗിച്ചൊക്കെ നമുക്ക് പറക്കാൻ പറ്റും രാത്രിയിൽ. പക്ഷെ അവിടെയൊക്കെ എന്തുമാത്രം എക്യുപ്മെൻറ്റ്സും കമ്പ്യൂട്ടറൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ തവളച്ചൻ ഒന്നുമില്ലാതെ അവരിവിടെ വരുന്ന. അവിടുന്ന് അത് ഒരിക്കലും ഞാൻ പ്രതീക്ഷിക്കാത്തതാണ്. അതുകൊണ്ടാണ് ആ തോടിന് അക്കരെ കൊണ്ട് ആ പറമ്പിൻ്റെ മൂല കൊണ്ടുവിട്ടത്. അത് അവനെ ഞാൻ പൊത്തിപ്പിടിച്ചാൽ കൊണ്ടുപോയത്, അവൻ കാണരുതെന്നുള്ളത്. ഇതൊക്കെ പ്രകൃതിയിലെ അത്ഭുതങ്ങളാണ്. ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്തുമാത്രം അത്ഭുതങ്ങളായി പ്രകൃതി. അപ്പം പിന്നെ ഞാൻ നോക്കുമ്പോൾ എല്ലായിടത്തും പ്രകൃതിയിൽ
ഇപ്പോൾ ഒരു പൂവുണ്ടാകുന്നു, ഒരു വിത്ത് മുളയ്ക്കുന്നു, അവൻ വളർന്നു വരുന്നു, പൂവായിരുന്നു, കായായിരുന്നു, മാങ്ങ പഴമാകുന്നു. എത്ര സുന്ദരമായ മാമ്പഴം! ഈ മാപ്പഴം ഉണ്ടാവും. ഈ മാവിൻ്റെ ഈ പഴം ഇതെങ്ങനെ സംഭവിക്കുന്നു? ഇത്രമാത്രം രുചിയായിട്ട് വരും. അതുപോലെ ചക്ക, അതിൻ്റെ അകത്ത് ഇവന്മാർ എന്തുമാത്രം ചക്കച്ചുളകളാണ്. ഓരോ ചുളയ്ക്ക് എന്ത് സ്വാദാണ്. അതിൻ്റെ അകത്തൊരു വിത്തിരിക്കുന്നു. ആ വിത്താണ് പിന്നെ നമ്മൾ കറി വയ്ക്കുക, വറുത്ത് തിന്നുക, അല്ലെങ്കിൽ കുഴിച്ചു വെക്കുക ഒക്കെ ചെയ്യുക. അപ്പോൾ ഈ പ്രകൃതി എവിടെ നോക്കിയാലും അത്ഭുതമാണ് സുഹൃത്തെ. അപ്പോൾ എനിക്ക് ഈ പ്രകൃതിയെ നശിപ്പിക്കാനോ ഒരു മൃഗത്തെ കൊല്ലാനോ കൊണ്ടു തിന്നാനോ എനിക്ക് പറ്റില്ല, എൻ്റെ ഈ അവബോധം വെച്ചിട്ട്. അപ്പോൾ ഇതൊരു അവബോധത്തിൻ്റെ ഒരു പരിണിത ഫലമാണ് നമ്മളിങ്ങനെയൊക്കെ വരുന്നത്. ഇപ്പോൾ എനിക്കൊരിക്കലും മദ്യം കഴിക്കാൻ പറ്റില്ല. കാരണം എനിക്ക് ആ മദ്യത്തോട് അത്രമാത്രം വിരക്തിയായി കഴിഞ്ഞു. ഞാൻ എയർഫോഴ്സിലായിരിക്കുമ്പോൾ എന്നും തന്നെ 2 സ്മോളൊക്കെ അടിച്ച് ഡിന്നർ കഴിച്ച് കിടക്കുന്നുണ്ട്. പക്ഷെ ഇന്നെനിക്ക് തൊടാൻ പറ്റില്ല, കാണാൻ പറ്റില്ല. അതുപോലെയാണ് ഈ ഒരു മട്ടനോ എന്നൊക്കെ പറയുമ്പോൾ നല്ല ആട്ടുംകുഞ്ഞിനെയാണ് ഞാൻ കാണുന്നത് എൻ്റെ മനസ്സിൽ. ചിക്കനാണെങ്കിൽ നല്ല കോഴി, അതിനെ പിടിച്ച് നമ്മൾ കൊന്ന് കൊണ്ടുവന്ന് ചിന്തിക്കാൻ പോലും പറ്റില്ല. അതുകൊണ്ട് ഞാൻ പ്യോർ വെജിറ്റേറിയൻ. ഒരു വിധത്തിലും ഒന്നിനെയും കൊല്ലാതുള്ളൊരു ജീവിതം. അതാണ്. അതുകൊണ്ട് കൂടുതലും പഴവർഗ്ഗങ്ങളാണ് ഞാൻ തിന്നുക. പിന്നെ എന്തെങ്കിലുമൊക്കെ ഉള്ള. യേശുദേവൻ വെജിറ്റേറിയൻ ആണോ എന്താ, അതിനെ കുറിച്ച് എന്തെങ്കിലും കൂടുതൽ അറിയാമോ അങ്ങേക്ക്? എനിക്ക് അതിനെപ്പറ്റി കൂടുതലൊന്നും ആധികാരികമായിട്ട് പറയാനൊന്നും സാധിക്കില്ല. കാരണം അദ്ദേഹം ശിഷ്യന്മാർക്ക് മീൻ കൊടുത്തതൊക്കെ ആയിട്ട് ഞാൻ കാണുന്നുണ്ട്. അദ്ദേഹം കഴിച്ചിരുന്നോ എന്നുള്ളൊരു ചോദ്യചിഹ്നമാണ്. പിന്നെ അത് തന്നെയല്ല, നമ്മുടെ ആഹാരശൈലി എപ്പോഴും നമ്മുടെ ഒരു കോൺഷ്യസ്നെസ് ലെവലും എൻവയറൺമെൻറ്റും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുക. ഒരു മുക്കുവ കോളനിയിൽ ജീവിക്കുന്നവന് മീനില്ലാതെ വേറെ ഒന്നുമില്ല. അപ്പം അവനെ സംബന്ധിച്ച് മീൻ അവൻ ഭക്ഷിക്കും. അവൻ്റെ ഭക്ഷണത്തിൻ്റെ ആവശ്യമാണ്, നിലനിൽപ്പിൻ്റെ ആവശ്യമാണ്. അപ്പോൾ അതിലൊരു തെറ്റ് ഞാൻ കാണുന്നില്ല. പക്ഷേ ഒന്നിനെയും കൊല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റുമെങ്കിൽ പിന്നെ കൊല്ലുന്നതിന് അർത്ഥം ഞാൻ കാണുന്നില്ല. പക്ഷെ നമ്മുടെ എയർഫോഴ്സിൽ തന്നെ പണ്ട് കാലത്തൊക്കെ ഉണ്ടല്ലോ, നമ്മളിപ്പോൾ ഒരു പ്ലെയിനിൽ നിന്ന് നമ്മൾ കടലിൽ ക്രാഷ് ചെയ്യുകയാണ്. ഇപ്പം നമുക്കിങ്ങനെ ഡിങ്കിയുണ്ട്, അതായത് ഒരു വള്ളം പോലെയുള്ള സാധനം, ബലൂണാണ്. അതിൻ്റെ അകത്ത് എല്ലാവരും രക്ഷപ്പെടുകയാണെന്ന് വെച്ചോളൂ. നമ്മളൊരു പക്ഷേ ആഴ്ചകൾ മാസങ്ങൾ അവിടെ കിടക്കേണ്ടി വരും. ആരും വന്നില്ല, കണ്ടിട്ടില്ല, വിശന്ന് മരിക്കും. ആ അവസ്ഥയിൽ നമുക്ക് നമ്മളിൽ ഒരാളെ കൊന്നു തിന്നാം. അങ്ങനെയൊക്കെയുള്ള അവസ്ഥയുണ്ടായിരുന്നു. അത് യാതൊരു തെറ്റുമില്ല അതിന്. ഇപ്പോൾ നമ്മളിപ്പോൾ 6 പേര് അതിൻ്റെ അകത്ത് വന്നിരിക്കുന്നു. നമ്മൾ 6 മരിക്കാൻ പോവാണ്, വിശന്ന് മരിക്കാൻ പോവാണ്. അപ്പോൾ ഇദ്ദേഹം സീനിയർ ആയിട്ടിരിക്കുന്നു, ഫ്ലൈറ്റ് കമാൻഡർ ആയിരുന്നു. അദ്ദേഹം പറയുകയാണ്, ശരി അവനെ നമുക്ക് തിന്നാം. കാരണം ഞാനല്ലേ ഏറ്റവും ശിശുവായിട്ടുള്ളൂ, നിങ്ങൾക്ക് എല്ലാവരും കൂടിക്കഴിഞ്ഞാൽ എന്നെ പിടിച്ച് തിന്നാം. അപ്പോൾ അവർ കൊന്നു മുറിച്ച് തിന്നു. കാരണം അവരുടെ നിലനിൽപ്പിൻ്റെ കാര്യമാണ്. അപ്പോൾ ഞാനത് സമ്മതിച്ചു കഴിഞ്ഞാൽ വളരെ നല്ല കാര്യം. അല്ലെങ്കിൽ ഞാൻ കുറച്ച് കടന്ന് പിടയ്ക്കും വഴക്കൊക്കെ ഉണ്ടാക്കും. എന്നാലും നിങ്ങളെല്ലാം കൂടി എന്നെ ഓർപ്പ. അപ്പോൾ ഇതൊക്കെ നടക്കുന്ന സംഗതികളാണ്. കാരണം ജീവൻ്റെ നിലനിൽപ്പിന് വേണ്ടി പലതും നമ്മൾ ചെയ്യും. പക്ഷെ അതിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളത് നോക്കണം. ഇപ്പോൾ നമ്മൾ കടലിൽ പോയി കിടക്കുന്നത് ഇവിടെയുള്ള നമ്മളിപ്പോൾ ഇരുന്നിട്ട് ഒരാളെ പിടിച്ച് തിന്നാൻ നോക്കിയാൽ ചെയ്യാം. അതൊരു വലിയ തെറ്റല്ലേ, അപരാധമല്ലേ അത്. യേശുദേവൻ്റെ ജീവിതം നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം ഓരോ സന്ദർഭങ്ങളനുസരിച്ച് ഉപദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അങ്ങനത്തെ ഒരു ജീവിതം നയിച്ചു വന്ന ഒരു മഹാത്മാവാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ മഹത്വചനങ്ങൾ എന്ന് പറഞ്ഞ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് ഒരു ഗിരിപ്രഭാഷണമാണ്. അപ്പോൾ ആ ഗിരിപ്രഭാഷണത്തെക്കുറിച്ച് കുറച്ചും കൂടി കൂടുതൽ അറിയാൻ താല്പര്യമുണ്ട്. ഇത് ഓരോ മഹാത്മാക്കളും അവർക്ക് ലഭിക്കുന്ന ഒരു പ്രകാശമുണ്ട്, ആദ്യത്തെ ഒരു അനുഭവമുണ്ട്. ആ അനുഭവത്തിൽ നിന്നാണ് അവരുടെ ദൗത്യം തുടങ്ങുന്നത്. അപ്പോൾ ഈ അനുഭവത്തിൻ്റെ ആകത്തുകയാണ് അവരുടെ ആദ്യത്തെ പ്രഭാഷണം അല്ലെങ്കിൽ പ്രബോധനം എന്ന് പറയുന്നത്. ഇപ്പോൾ ബുദ്ധൻ തന്നെയാണെങ്കിലും ഈ എൻലൈറ്റൻമെൻറ്റിലേക്ക് വന്നതിന് ശേഷം സർനാഥിലാണ് ആദ്യത്തെ പ്രബോധനം നൽകുന്നത്. ശിഷ്യന്മാർ വന്നു കൂടുന്നു, അവിടെ 4-fold ട്രൂത്ത് 8-fold പാത്ത് അവതരിപ്പിക്കുകയാണ്. പിന്നെ ബുദ്ധൻ്റെ ജീവിതകാലം മുഴുവൻ അതിൻ്റെ വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളുമാണ് നടക്കുന്നത്. അതുപോലെ യേശുവിൻ്റെ 40 ദിവസത്തെ ഉപവാസവും പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞിട്ട് ശിഷ്യന്മാരെയൊക്കെ കൂട്ടി വന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഉൾക്കാഴ്ചകളുടെ ആകത്തുകയായിട്ട്
അല്ലെങ്കിൽ സത്തയായിട്ടുള്ളതാണ് ഈ ഗിരിപ്രഭാഷണം. അപ്പോൾ അതിൽ ഒത്തിരി പേരുണ്ടായിരുന്നുവെങ്കിലും ഈ ശിഷ്യന്മാരെ മാത്രം വിളിച്ചു കൊണ്ടുപോയി മുകളിലേക്ക് പോയി അവിടെ ഇരുന്ന് പറഞ്ഞു കൊടുത്ത 8 അഷ്ടസൗഭാഗ്യങ്ങളാണ് അവിടെ പറയുന്നത്. അപ്പോൾ അതിൻ്റെ സിമിലാരിറ്റി നോക്കണം. ബുദ്ധൻ്റെ 8 ഫോൾഡ് പാത്തും ഇവിടെ 8 ഫോൾഡ് ബിയാറ്റിറ്റ്യൂഡ്സ് ഉണ്ട് വരുന്നത്. അതുപോലെ അതിന് മുമ്പേ വേറൊരു വ്യക്തി ഉണ്ടായിരുന്നു, അഷ്ടാംഗ യോഗ എന്ന് പറഞ്ഞിട്ട്, അവിടെ നമ്മുടെ പതഞ്ജലി മഹർഷിയുടെ. അപ്പോൾ ഈ അഷ്ടാംഗ യോഗ, അഷ്ടാംഗ മാർഗം, അഷ്ടാംഗ സൗഭാഗ്യം, ഇത് ഞാൻ കാണുന്നത് ഒരു പക്ഷേ പ്രകൃതിയുടെ ഒരു സ്വയം പ്രകാശനം ചെയ്യുന്നൊരവസ്ഥയാണ്. അപ്പോൾ യേശുക്രിസ്തുവിലൂടെ ആ ദൈവികതയുടെ അല്ലെങ്കിൽ ദൈവരാജ്യത്തിൻ്റെ സൗഭാഗ്യങ്ങളാണ് പറയുന്നത്. 8 സൗഭാഗ്യങ്ങളാണ് പറയുന്നത്. ആദ്യം പറയുന്ന ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ, ദൈവരാജ്യം അവരുടേതാണ്. ആദ്യത്തെ ഇതാണ്. അതായത് ആത്മാവിൽ ദരിദ്രർ എന്ന് പറയുമ്പോൾ നമ്മളുടെ എളിമയാണ് ഉദ്ദേശിക്കുന്നത്. പോവർട്ടി ഓഫ് ദ സ്പിരിറ്റ് ഈസ് ദ ഹ്യൂമിലിറ്റി ഓഫ് ക്യാരക്ടർ. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലേക്കാണ് ആദ്യമേ യേശു വിരഞ്ഞുകൊടുക്കുന്നത്. പിന്നെയാണ് വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് സ്വാതന്ത്ര്യം ലഭിക്കും. അപ്പോൾ ഗിരിപ്രഭാഷണം എന്നുള്ളത് യേശുദേവൻ്റെ ഉൾക്കാഴ്ചകളുടെ ഒരു ആകെ സത്തയാണ്. മറ്റു പ്രബോധനങ്ങളെല്ലാം ഇതിൻ്റെ വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളുമായിട്ടാണ് വരുന്നത്. പിന്നെ അതിൻ്റെ ചില അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിച്ചുകൊണ്ട് ഈ ഇദ്ദേഹത്തിൻ്റെ പ്രബോധനത്തിൻ്റെ ആ സത്യസന്ധത അല്ലെങ്കിൽ സത്യാവസ്ഥ തെളിയിക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ പരീക്ഷണങ്ങളിൽ കൂടി നമ്മൾ പലതും കാണിച്ചു കൊടുക്കുന്ന പോലെയാണ്. പക്ഷേ യേശുദേവൻ്റെ പ്രബോധനങ്ങളുടെ സത്ത എന്ന് പറയുന്നതാണ് ഗിരിപ്രഭാഷണം. അതിൽ 8 കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് പറഞ്ഞല്ലോ, ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ, ദൈവമക്കളെന്ന് ദൈവരാജ്യം അവരുടേതാണ്. വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് സ്വാതന്ത്ര്യം ലഭിക്കും. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. ആത്മാവിൽ ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ധർമ്മത്തിനു വേണ്ടി ആഗ്രഹിക്കുകയും ശ്രമിക്കുകയും ചെയ്യുന്ന ഭാഗ്യവാന്മാർ, അവർക്ക് പ്രതിഫലം ലഭിക്കും. സമാധാന സംസ്ഥാപകർ ഭാഗ്യവാന്മാർ, അവർ ദൈവമക്കളെന്ന് വിളിക്കപ്പെടും. ധർമ്മത്തിനു വേണ്ടി പീഡ അനുഭവിക്കുന്നവരും ഭാഗ്യവാന്മാർ, ദൈവരാജ്യം അവരുടേതാണ്. ഇങ്ങനെ 8 കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഈ അഷ്ടാംഗ സത്യങ്ങളാണ്, ആത്മീയമായിട്ടുള്ള സത്യങ്ങളാണ്. മറ്റെല്ലാം പിന്നെ ഇതിൻ്റെ വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളും അതിൻ്റെ ഒരു പരീക്ഷണങ്ങളും അത്ഭുത അടയാളങ്ങളുള്ള സ്ഥായീകരണങ്ങളൊക്കെയാണ് നടക്കുന്നത് അവിടെ. അപ്പോൾ ഈ ഗിരിപ്രഭാഷണം എന്നുള്ളത് യേശുദേവൻ്റെ പ്രബോധനങ്ങളുടെ സത്തയായിട്ട് എടുക്കണം, അത് ജീവിക്കണം. അതിൻ്റെ ഒരു വിശദീകരണമാണ് ഈ മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായങ്ങളിലാണ് ഇത് വരുന്നത്. അപ്പോൾ 5-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്താണ് ഈ അഷ്ടാംഗ സൗഭാഗ്യങ്ങൾ വരുന്നതും, പിന്നെ 6ഉം 7ഉം ഒക്കെ ഇതിൻ്റെ വ്യാഖ്യാനങ്ങളാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കണം, ദാനധർമ്മം ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരനോട് നിങ്ങൾക്ക് വിദ്വേഷമുണ്ടെങ്കിൽ നിങ്ങൾ പൂജ അർപ്പിച്ചിട്ട് കാര്യമൊന്നുമില്ല. അതുപോലെ നിങ്ങൾ സ്ത്രീയെ പറ്റി മനസ്സിൽ ഒരു കാമ ഇച്ഛ ഒക്കെ നിങ്ങൾ ഓൾറെഡി വിവേചനം ചെയ്ത് കഴിഞ്ഞു. അങ്ങനെയൊക്കെയുള്ള വളരെ വളരെ ഒരു പ്രായോഗികമായിട്ടും സത്യാവസ്ഥയിലുള്ളൊരു പ്രബോധനമാണ്. അപ്പോൾ അത് യേശുദേവൻ്റെ പ്രബോധനങ്ങളുടെ സത്തയായിട്ട് ഞാൻ കാണുന്നത് ഈ ഗിരിപ്രഭാഷണമാണ്. അത് നമുക്ക് ജീവിക്കാൻ സാധിച്ചാൽ നമുക്കും വേറൊരു ക്രിസ്തുവായിട്ട് മാറാൻ പറ്റും. അപ്പോൾ ആ ഒരു യജ്ഞമാണ് നമ്മളെപ്പോലെയുള്ള മനുഷ്യരൊക്കെ ചെയ്യുന്നത്. ഒരിടത്തും എത്താനൊന്നും പറ്റിയിട്ടില്ല, എന്നാലും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ചൊക്കെ ആയിട്ടുണ്ട്, അങ്ങനെ പോകുന്നു. അപ്പോൾ ഒരു കാര്യം എനിക്ക് സാധിച്ചിട്ടുണ്ട്, സ്വാർത്ഥത എന്നുള്ളത് പൂർണ്ണമായും വിട്ടുകൂടെ ഒന്നുമില്ലാതിരിക്കാൻ ജീവിക്കാൻ പഠിച്ചിട്ടുണ്ട്. പിന്നെ ഭാഗ്യത്തിന് എനിക്ക് പെൻഷനും ഉണ്ട്, അതുകൊണ്ട് എല്ലാം ഉപേക്ഷിച്ച് റെൻറ്റഡ് ബിൽഡിങ്ങിൽ താമസിക്കാം. പക്ഷേ യാതൊരു സ്വാർത്ഥതയില്ലാതെ ജീവിക്കാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. അതെനിക്ക് വലിയൊരു നേട്ടമായിട്ട് കാണും. ഇത്രയും നേരം നമ്മൾ സ്വാമി സച്ചിദാനന്ദ ഭാരതിജിയുമായിട്ടുള്ള സത്സംഗമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഇതുവരെയുള്ള ഒരു ജീവിതം നോക്കുമ്പോൾ സ്വയം പരീക്ഷണ വിധേയമായിക്കൊണ്ടുള്ള ഒരു അന്വേഷണത്തിന് മുൻതൂക്കം നൽകിയാണ് അദ്ദേഹം ജീവിച്ചത്. 4 മതങ്ങളെയും, അതായത് വ്യത്യസ്ത ദർശനങ്ങളെ
സ്വന്തം ജീവിതത്തിൽ പരീക്ഷിച്ച് അന്വേഷിച്ച് അതിലെ സത്ത മനസ്സിലാക്കി ഒന്നാണ് എന്നുള്ള തിരിച്ചറിവ് മനസ്സിലാക്കി അതിനെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക എന്നുള്ള ലക്ഷ്യത്തിലുമാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. ആ മനസ്സിലാക്കിയ കാര്യങ്ങളെ സമൂഹത്തിൽ പ്രയോജനം വരുന്ന രീതിയിൽ പ്രവർത്തിച്ച് കാണിക്കുകയും ചെയ്യുന്നു. ആ ഒരു മഹത്തായ ലക്ഷ്യത്തെ മുൻനിർത്തിയുള്ള ജീവിതമാണ്. ആ ദീർഘവീക്ഷണം എന്ന് തന്നെ പറയണം. ആ രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ഓരോ പ്രവർത്തനങ്ങളും ഇതുവരെയും ഈ നിമിഷം വരെയും അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കുന്നത്. എന്തായാലും ഇങ്ങനൊരു മഹാത്മാവിനെ നമ്മൾ ഈ മീറ്റ് മീ മെഡിറ്റേഷൻ ചാനലിൽ സത്സംഗത്തിനായിട്ട് ലഭിച്ചത് നമ്മൾ സാധകരുടെ ഒരു പുണ്യമായിട്ട് കരുതുകയാണ്. അങ്ങയുടെ പാദങ്ങളിൽ കോടി പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. നമ്മൾ സാധകരോട് അങ്ങേക്ക് എന്ത് സന്ദേശമാണ് നൽകാനുള്ളത്? ഇന്നത്തെ ലോകത്തിൽ കാണുന്ന മിക്ക പ്രശ്നങ്ങളുടെയും മൂലകാരണങ്ങളായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് സ്വാർത്ഥത, അഹങ്കാരം, അത്യാഗ്രഹം എന്ന ദുഷ്ടശക്തിത്രയമാണ്. എവിടെ നോക്കിയാലും കുടുംബജീവിതത്തിൽ, സാമൂഹ്യ രംഗത്ത്, രാഷ്ട്രീയ രംഗത്ത്, സാമ്പത്തിക രംഗത്ത്, മതരംഗത്ത് ഉള്ള പ്രശ്നങ്ങളുടെ എല്ലാം മൂലകാരണമായിട്ടുള്ളത് സ്വാർത്ഥത, അഹങ്കാരം, അത്യാഗ്രഹം. ഒരുപക്ഷെ മൂന്നും കാണും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് കാണും. അതാണ് ഞാൻ കണ്ടുപിടിച്ച ഒരു സത്യമെന്ന് വേണമെങ്കിൽ ഞാൻ പറയാം. എൻ്റെ ഒരു അനുഭവമാണ്. ഞാൻ അന്വേഷണത്തിൽ നിന്നും ക്രോഡീകരിച്ച് അവസാനം വന്ന് നിൽക്കുന്നത് ഈ മൂന്ന് കാരണങ്ങളാണ് നമ്മുടെ പ്രശ്നങ്ങളുടെ അടിസ്ഥാനമായിട്ടുള്ളത്. ഇനി ഇതെങ്ങനെ തരണം ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് എൻ്റെ അടുത്ത യജ്ഞമായിട്ട് വന്നത്. അപ്പോൾ ഈ അന്ധകാര ശക്തികളെ, അന്ധകാരത്തിൻ്റെ വേറൊരു ശക്തി കൊണ്ട് നമുക്ക് അതിജീവിക്കാൻ സാധിക്കില്ല. വേറൊരു പാർട്ടി ഉണ്ടാക്കിയത് കൊണ്ടോ, വേറൊരു മതമുണ്ടാക്കിയത് കൊണ്ടോ, വേറെ എന്തെങ്കിലും ബാഹ്യമായിട്ടുള്ള യജ്ഞങ്ങളുടെ ഒന്നും ഇതിനെ നമുക്ക് അതിജീവിക്കാൻ പറ്റില്ല. കാരണം ഇത് നമ്മുടെ ഉള്ളിലാണ്. ഈ സ്വാർത്ഥത, അഹങ്കാരം, അത്യാഗ്രഹം. എല്ലാ തിന്മകളുടെയും അമ്മ സ്വാർത്ഥതയാണ്. എല്ലാ തിന്മകളുടെയും അച്ഛൻ അഹങ്കാരമാണ്. ഇവരുടെ സന്തതിയാണ് അത്യാഗ്രഹം. അപ്പോൾ ഈ മൂന്ന് പേര്, ദുഷ്ടശക്തി ത്രയം, ഇവരാണ് ഇന്ന് ലോകത്തെ അടക്കി ഭരിക്കുന്നത്. ഇവരിൽ നിന്നും ലോകത്തിന് മുക്തി നേടണം എങ്കിൽ സ്നേഹം, ത്യാഗം, സേവനം എന്ന ഒരു ശിഷ്ടശക്തി ത്രയം കൊണ്ട് മാത്രമേ ഈ ദുഷ്ടശക്തി ത്രയത്തെ അതിജീവിക്കാൻ സാധിക്കുകയുള്ളൂ. യഥാർത്ഥ സ്നേഹം, യഥാർത്ഥ ത്യാഗം, യഥാർത്ഥ സേവനം. അതായത് നമ്മൾ കരുതുന്ന സ്നേഹമാണ്, മറ്റു വ്യക്തിയെ കരുതുന്ന ഒരു സ്നേഹമാണ് നമുക്ക് ആവശ്യം. നമുക്ക് വേണ്ടിയുള്ള സ്നേഹമല്ല, അവിടെ സ്വാർത്ഥതയില്ല. ആ കരുതുന്ന സ്നേഹമാണ്. പിന്നെ സ്വയം പ്രേരിതമായിട്ടുള്ള ത്യാഗം വേണം. ത്യാഗം മറ്റവർ പറഞ്ഞുകൊണ്ടായില്ല, നമ്മളിൽ നിന്ന് നമ്മളുടെ ആ പ്രേരണ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ചെയ്യണം. അതാണ് സ്വയം പ്രേരിത ത്യാഗമായിട്ട് വരുന്നത്. പിന്നെ ഈ ത്യാഗം നമ്മൾ പ്രായോഗികമായിട്ട് നമ്മുടെ സമൂഹത്തിലെ ജീവിതത്തിൽ കൊണ്ടുവരുമ്പോഴാണ് യഥാർത്ഥ സേവനം വരുന്നത്. അപ്പോൾ സ്നേഹം, ത്യാഗം, സേവനം എന്ന ശിഷ്ടശക്തി ത്രയത്തിലൂടെ മാത്രമേ ഈ സ്വാർത്ഥത, അഹങ്കാരം, അത്യാഗ്രഹം എന്ന ദുഷ്ടശക്തി ത്രയത്തെ അതിജീവിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ സത്യം മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഇതിലെങ്ങനെ പ്രായോഗികമായിട്ടുള്ള എക്സ്പ്രഷൻസ് കൊടുക്കണം, ലോകത്തിൽ ഇതുപോലെ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ, ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഗാന്ധിജിയുടെ സത്യാഗ്രഹത്തെ കണ്ടെത്തുന്നതും വാസ്തവത്തിൽ ഈ സത്യത്തിൻ്റെ ഒരു പ്രകാശനമാണ് അവിടെ നടന്നിരിക്കുന്നതെന്നുള്ളതാണ്. ഇനി ഈ സത്യം യഥാർത്ഥത്തിൽ ജീവിച്ച് ലോകത്തെ കാണിച്ചു കൊടുത്തത് യേശുദേവനാണ്. അപ്പോൾ അതിൽ നിന്നാണ് ഈ സഹനയോഗം, മുക്തിമാർഗം എന്നുള്ള അദ്ദേഹത്തിൻ്റെ സനാതനധർമ്മ ആ പ്രിൻസിപ്പിൾസ്, സത്യാവസ്ഥ, സത്യം ഞാൻ കണ്ടെത്തുന്നു. പിന്നെ അതിൻ്റെ ഒരു പ്രായോഗിക പക്ഷേ ഗാന്ധിജി അതിന് സത്യാഗ്രഹമായിട്ട് ഒരു പ്രാക്ടിക്കൽ എക്സ്പ്രഷൻ കൊടുത്തുവെങ്കിൽ എനിക്ക് എൻ്റേതായ രീതിയിൽ എൻ്റെ ഇന്നത്തെ അവസ്ഥയിൽ എന്ത് ചെയ്യാൻ സാധിക്കുമെന്നുള്ള അന്വേഷണത്തിൽ നിന്നാണ് ഞാൻ ത്യാഗാർച്ചന എന്നുള്ളൊരു പ്രത്യേക ശാസ്ത്രത്തിന് രൂപം കൊടുത്തു. അതുകൊണ്ടാണ് ഈ ആശ്രമത്തിൽ കാണുന്നത് ത്യാഗാർച്ചന, ദൈവകൃപ, മഹായജ്ഞം. ഇപ്പം നടത്തുന്നുണ്ട് ത്യാഗാർച്ചന, ദൈവരാജ ചതുഷ്ടയം. ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ എല്ലായിടത്തും ത്യാഗാർച്ചനയല്ല അടിസ്ഥാനമായിട്ടുള്ളത്. കാരണം എല്ലാ നന്മകളുടെയും അമ്മയാണ് സ്നേഹം, എല്ലാ നന്മകളുടെയും അച്ഛനാണ് ത്യാഗം, അവരുടെ സന്തതിയാണ് സേവനം. അപ്പോൾ തിന്മയുടെ ദുഷ്ടശക്തിത്രയം, നന്മയുടെ ശിഷ്ടശക്തിത്രയം.
അപ്പോൾ ഈ ശിഷ്ടശക്തിത്രയത്തെ വളർത്തുക, അത് നമ്മുടെ സാമൂഹ്യ, സാമ്പത്തിക, രാഷ്ട്രീയ, മതരംഗങ്ങളിൽ വളർത്തുക, പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് ഈ ആശ്രമത്തിൻ്റെ ദൗത്യം. ദൈവകൃപയുടെ ഒരു മാധ്യമം ഇത് മാത്രമേ ഉള്ളൂ. ആ സത്യാവസ്ഥയാണ് ഞാൻ ഇന്ന് സമൂഹത്തിന് കൊടുക്കാൻ ശ്രമിക്കുന്നതും എൻ്റെ ജീവിതത്തിൽ പ്രായോഗികമാക്കാൻ ശ്രമിക്കുന്നതും അതുപോലെ എൻ്റെ എല്ലാ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനമായിട്ട് ഉൾക്കൊണ്ടിരിക്കുന്നു. അത് തന്നെയാണ് ഈ ത്യാഗാർച്ചന. അപ്പോൾ ഈ ആശ്രമത്തിൻ്റെ ഒരു പ്രവർത്തന അല്ലെങ്കിൽ കാതലായ പ്രവർത്തന വേദിയാണ് ത്യാഗാർച്ചന ദൈവകൃപ മഹായജ്ഞം. ഈ ത്യാഗാർച്ചനയിലൂടെ വളർത്തി ദൈവകൃപയിൽ മനുഷ്യൻ വളരുന്ന, എല്ലാവരും വരുന്ന, കാരണം ഈ ത്യാഗാർച്ചന എന്ന് പറയുന്ന എല്ലാ മതങ്ങളിലും ഉണ്ട്. ഇപ്പോൾ ഇസ്ലാമിലാണെങ്കിൽ ഇവരുടെ ഷക്കാത്തുണ്ട്, അവരുടെ നോയമ്പുണ്ട്, ഇതെല്ലാം ത്യാഗാർച്ചനയുടെ ഒരു എക്സ്പ്രഷനാണ്. അതുപോലെ ഹിന്ദുയിസത്തിലും ഉണ്ട് ഇത് തന്നെ, ബുദ്ധിസത്തിലും ഉണ്ട്, ക്രിസ്ത്യാനിറ്റിയിലും, എല്ലായിടത്തും എല്ലാ മതങ്ങളിലും ഈ ത്യാഗം അല്ലെങ്കിൽ അർച്ചന എന്നുള്ളത് ഒരു കോമൺ ഫിനോമിനനായിട്ട് ഞാൻ കാണാം. അപ്പോൾ എൻ്റെ സന്ദേശം ഇത്രയേ ഉള്ളൂ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ത്യാഗാർച്ചനയെ വളർത്തി ആ പാതയിൽ ജീവിച്ചുകൊണ്ട് ധന്യമായൊരു ജീവിതം നയിക്കാം. സമൂഹത്തിൽ ഈ ശിഷ്ടശക്തിത്രയത്തെ വളർത്താൻ ശ്രമിക്കാം. ദുഷ്ടശക്തിത്രയത്തെ അതിജീവിക്കാനുള്ള ഒരേ ഒരു മാർഗമാണ് ഈ ത്യാഗാർച്ചന പ്രത്യയശാസ്ത്രം. ദൈവരാജ്യത്തിൻ്റെ പ്രത്യയശാസ്ത്രമാണ്. അത് എല്ലാ മതങ്ങൾക്കും ഉൾക്കൊള്ളാൻ പറ്റുന്നതാണ്. അപ്പം ഈ ത്യാഗാർച്ചനയെ വളർത്തുക, അതിനുവേണ്ടി നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് എല്ലാ മതത്തിലും പറ്റുന്നവർക്ക് നമ്മുടെ സാമ്പത്തിക രംഗത്ത് ഇത് കൊണ്ടുവരണം, സാമൂഹ്യ രംഗത്ത് കൊണ്ടുവരണം, രാഷ്ട്രീയ രംഗത്ത് കൊണ്ടുവരണം, മതരംഗത്ത് കൊണ്ടുവരണം. എന്നാലേ അതൊരു സമഗ്രമായ ആത്മീയ പ്രത്യയശാസ്ത്രമായി നമുക്ക് കാണിക്കാൻ പറ്റും. അപ്പോൾ ഇന്ന് നിലനിൽക്കുന്ന 3 പ്രത്യയശാസ്ത്രങ്ങൾ, ക്യാപിറ്റലിസം, കമ്മ്യൂണിസം, സോഷ്യലിസം, ഇത് 3ഉം കാലഹരണപ്പെട്ട വിഭാഗീയ ലോകവീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്ന് വളർന്നു വന്നിട്ടുള്ള പ്രത്യയശാസ്ത്രങ്ങളാണ്. ഇത് ലോകത്തിൽ ഒരിക്കലും സമാധാനത്തിലെ സന്തോഷത്തിലേക്ക് നമ്മളെ നയിക്കില്ല എന്നുള്ള യാഥാർത്ഥ്യം ചരിത്രം തെളിയിച്ചു കഴിഞ്ഞു. പിന്നെയും ഈ നമ്മളെ അമ്മയെ സ്നേഹിക്കുന്ന വെച്ച് മരിച്ചുപോയ അമ്മയെ 1 മാസം കഴിഞ്ഞിട്ട് ചുമന്നുടക്കാൻ പറ്റും. അപ്പോൾ കമ്മ്യൂണിസത്തിനൊരു കാലഘട്ടം ഉണ്ടായിരുന്നു, അതിപ്പോൾ ജീർണിച്ചു, അവസരിച്ചു, വിട്ടുകളയണം. അതുപോലെ ക്യാപിറ്റലിസവും അതിൻ്റെ കാലം കഴിഞ്ഞു, സോഷ്യലിസവും അതും കഴിഞ്ഞു. ഇനി നമുക്ക് പുതിയതായിട്ടുള്ള ഒരു നവസൃഷ്ടിയിലേക്ക് നയിക്കുന്ന ഒരു പ്രത്യേക ശാസ്ത്രം, അതിൻ്റെ ഒരു ചെറിയ തുടക്കമായിട്ട് എൻ്റേതായിട്ടുള്ള ഒന്ന് ഞാൻ മുന്നോട്ട് വെക്കുന്നു. ഇതിപ്പോൾ എന്നെക്കാളും സമർത്ഥരായ ഒത്തിരി പേര് കാണും, അവരതിനെ മുന്നോട്ട് കൊണ്ടുപോയിക്കോളും. പക്ഷേ നമുക്ക് ഈ പഴയ പ്രത്യയശാസ്ത്രങ്ങളുടെ അടിമത്തത്തിൽ നിന്നും മുക്തരാകണം. മുക്തമായൊരു വ്യക്തിക്ക് മാത്രമേ ശക്തമായിട്ട് എന്തെങ്കിലും കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ കേരളം ഒരു മുക്തിയിലേക്ക് നയിക്കണം. അപ്പോൾ സഹനയോഗം മുക്തി മാർഗം എന്ന യേശുദേവൻ്റെ ആ സനാതന തത്വം നമുക്ക് വീണ്ടും ഒരു പ്രായോഗികമായി ഗാന്ധിജി സത്യാഗ്രഹത്തിലൂടെ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യം നേടിയെടുത്തതുപോലെ നമുക്ക് ത്യാഗാർച്ചനയിലൂടെ കേരളത്തിൻ്റെയും ഭാരതത്തിൻ്റെയും ലോകത്തിൻ്റെയും സമഗ്രമായ ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് വരേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. ഈശ്വരൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഓം ശാന്തി ശാന്തി ശാന്തി.